ഞാൻ കർത്താവിന് നന്ദി കരയറ്റുന്നു. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത് അന്ത്യോക്യയിലെ മാതൃകാ സഭയെക്കുറിച്ചാണ്. അന്ത്യോക്യയിലെ മാതൃകാ സഭ, അതാണ് ശരിക്കും ഇതിനൊരു ടൈറ്റിൽ തന്നെ കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അന്ത്യോക്യയിലെ മാതൃകാ സഭ. നമ്മൾ മാതൃകയുള്ളവരായിരിക്കണം എന്നതുപോലെ സഭകളും മാതൃകയുള്ള സഭകളായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ കാരണം, ഇന്നിപ്പോൾ ആളുകൾ പൊതുവെ സുവിശേഷം പറയുമ്പോഴും ആളുകളൊക്കെ എന്നോട് ചോദിക്കും, സാജു ബ്രദറെ സുവിശേഷമൊക്കെ പറയാം, പക്ഷെ എങ്ങോട്ടാണ് ഇവരെ ഒന്ന് പറഞ്ഞു വിടുന്നേ? ഈ സഭയെ നോക്കാൻ നമുക്ക് പറയാൻ കഴിയാത്ത നിലയിലേക്കുള്ള ഒരു അവസ്ഥ, ഇങ്ങനെ സഭകളുടെ ഡിറ്റീരിയറേഷൻ, അത് ഇന്നത്തെ ഒരു വലിയ ഒരു പ്രോബ്ലമായിട്ട് വരുന്നുണ്ട്. പെർഫെക്റ്റ് ചർച്ച് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മാതൃകാ സഭ എന്ന് പറഞ്ഞതുകൊണ്ട് അത് പൂർണ്ണതയുള്ള സഭ എന്ന അർത്ഥത്തിലല്ല. ഏറ്റവും കുറഞ്ഞത് മറ്റുള്ളവരോട്, ഇപ്പം ജെസ്സി പറഞ്ഞല്ലോ, ആരെങ്കിലുമൊക്കെ നമ്മുടെ മെസ്സേജ് കേട്ടിട്ട് ഞങ്ങളെ വിളിക്കുമ്പോഴത്തേക്ക് കേരളത്തിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് അവരുടെ ഏത് ഏരിയയിൽ നിന്ന് അവർ വിളിക്കുന്ന അനുസരിച്ച് നമുക്ക് ഒന്ന് പറഞ്ഞു വിടണമല്ലോ, നിങ്ങൾ ഇന്ന സഭയിലേക്ക് പോ എന്ന് പറഞ്ഞു വിടുവാനുള്ള ചില സഭകൾ, ദൈവം അങ്ങനെ ചില സഭകളെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ ഈ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ചിലപ്പോൾ ആളുകൾ പറയുമല്ലോ, എല്ലാം പോയി എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ പൊതുവെ ഇന്ന് പണ്ടുള്ളതിനേക്കാൾ സഭകളുടെ മാതൃക കുറഞ്ഞു വരികയും നമുക്ക് പറഞ്ഞു വിടുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം സഭകൾ മാതൃകയോടെ നിൽക്കുന്നത് കുറഞ്ഞു വരുന്നതായ ഒരു കാലം. ഇല്ലാതെ വരുന്നു എന്ന് ഞാൻ പറയുന്നില്ല, കുറഞ്ഞു വരുന്നതായ ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു മാതൃകയുള്ള സഭയെ വേദപുസ്തകത്തിൽ നിന്ന് കാണിച്ചു തരുവാൻ, മാതൃകയുള്ള സഭയെ, നോട്ട് പെർഫെക്റ്റ് ചർച്ച്, മാതൃകയുള്ള സഭയെ കാണിച്ചു തരുവാനായിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ അന്ത്യോക്യ സഭ കടന്നു വന്നു. അതുകൊണ്ട് ഇന്ന് അന്ത്യോക്യ സഭയുടെ മാതൃക എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാനൊന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും മാതൃക, യെരുശലേമിലെ സഭ ഒരു മാതൃകാ സഭയാണ്. നമ്മൾ പലപ്പോഴും ആദിമസഭ, നമ്മൾ അതിനെക്കുറിച്ച് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ആദിമസഭയിൽ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ യെരുശലേമിലെ സഭ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാതൃകയായിട്ട് പലപ്പോഴും പറയുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സഭയാണ്. പക്ഷെ യെരുശലേമിലെ സഭയുടെ ഒരു പ്രത്യേകത, അത് അപ്പോസ്തലന്മാരാൽ നിറഞ്ഞു നിന്ന ഒരു സഭയാണ്. ആദ്യം, അതായത് യേശുവിൻ്റെ ശിഷ്യന്മാര് യേശുവിനോടുകൂടെ 3.5 വർഷം ജീവിച്ച് അവരൊക്കെ യെരുശലേം സഭയുടെ അംഗങ്ങളായി വന്നവരാണ്. ആദ്യ പെന്തിക്കോസ്ത് നാളിൽ 120 പേർ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച് അവരും നല്ലൊരു ശതമാനവും ഈ സഭയുടെ അംഗങ്ങളായി ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഞാൻ അന്ത്യോക്യ സഭ എടുക്കാൻ കാര്യം, യെരുശലേമിൽ നിന്ന് പുറത്ത് ഒരു മാതൃകാ സഭ ഉണ്ടെങ്കിൽ, കാര്യം നമ്മളിപ്പോൾ അപ്പോസ്തലന്മാരെല്ലാം കൂടെ 12 അപ്പോസ്തലന്മാരുള്ള സഭയല്ലല്ലോ നമ്മുടെ ഇവിടുത്തെ സഭകളൊക്കെ. അപ്പോസ്തലന്മാരുണ്ട്, പക്ഷേ ആ യേശുവിൽ നിന്ന് ഡയറക്റ്റായിട്ട് കേട്ട ആളുകളൊന്നും അല്ലല്ലോ നമ്മുടെ സഭകളിലുള്ളത്. അപ്പം അതുകൊണ്ടാണ് യെരുശലേം സഭയ്ക്ക് പുറത്തൊരു സഭ ഞാൻ ഒന്ന് പഠിക്കാനായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം. യെരുശലേം സഭയ്ക്ക് പുറത്ത്, യെരുശലേമിലെ സഭ ഒരു മാതൃകാ സഭയായിരുന്നു എന്ന് പറയാം, എന്നാൽ അത് അടിസ്ഥാനപരമായി ഒരു യഹൂദ സഭയായിരുന്നു, യഹൂദ സഭ. എന്നാൽ യെരുശലേമിന് പുറത്തുള്ളതായ അന്ത്യോക്യ സഭയുടെ പ്രത്യേകതകൾ നമ്മൾ വായിക്കുമ്പോൾ, അന്ത്യോക്യയുടെ കാര്യം തന്നെ നമ്മൾ പല കാര്യങ്ങളും കാണുന്നത്, ഇപ്പം അന്ത്യോക്യയെക്കുറിച്ച് നമ്മൾ ആദ്യം സുവിശേഷം അവിടെ എത്തുന്ന കാര്യം അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 11-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, സ്തെഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നിക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. നമുക്കറിയാവുന്നതുപോലെ ആദിമസഭയ്ക്കുണ്ടായിരുന്ന ഒരു ഡ്രോബാക്ക് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ചിന്തിച്ചത് യഹൂദന്മാർ മാത്രമേ വിശ്വാസത്തിലേക്ക് വരാൻ പാടുള്ളൂ. കാര്യം യഹൂദന്മാർക്ക് വേണ്ടിയാണ് യേശു കർത്താവ് മരിച്ചതെന്നുള്ള ഒരു ചിന്ത. അങ്ങനെ അവർ പറഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ മനസ്സിൽ കിടന്നത് സഭ എന്ന് പറഞ്ഞാൽ അതൊരു യഹൂദ സഭയായിരിക്കണം
എന്നുള്ള ഒരു ചിന്ത. പ്രത്യേകിച്ച് യെരുശലേമിലെ സഭയിൽ യഹൂദന്മാർക്ക് പുറത്തുള്ളവരെ സ്വീകരിക്കുന്ന വിജാതീയരായ ആളുകളെ സ്വീകരിക്കാൻ ആദ്യ സമയങ്ങളിലെല്ലാം അവർക്ക് ഭയങ്കര മടിയായിരുന്നു. അതുകൊണ്ട് സ്തെഫാനോസിന്റെ പ്രസംഗം കേട്ട് പല ആളുകൾ രക്ഷിക്കപ്പെട്ടു, അത് നമുക്കറിയാം. സ്തെഫാനോസ് കൊല്ലപ്പെട്ടു. സ്തെഫാനോസ് ഉപദ്രവിക്കപ്പെട്ടപ്പോൾ, പീഡിപ്പിക്കപ്പെട്ടതായ സമയത്ത് അടിസ്ഥാനപരമായി അവർക്ക് യെരുശലേമിൽ തുടരുവാനുള്ള ഒത്തിരി സാധ്യത, അല്ലെങ്കിൽ പീഡനം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആളുകൾ മാറിപ്പോകുന്നത് ഒരു സാധാരണ കാര്യമാണ്. അത് ചിലപ്പം അതിനകത്തൊരു ദൈവിക പദ്ധതി ഉണ്ടോ എന്ന് തന്നെ നമുക്ക് ചിന്തിച്ചു പോകാം. കാര്യം യെരുശലേമിൽ പീഡനമൊന്നും ഉണ്ടായില്ലായിരുന്നെങ്കിൽ ആരും, കർത്താവ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലെല്ലായിടവും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകാൻ വേണ്ടി വിളിക്കപ്പെട്ട ആദിമ സഭ യെരുശലേമിൽ ഒതുങ്ങിക്കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സ്തെഫാനോസിന്റെ പീഡനം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അതുകൊണ്ട് അവർ പുറത്തോട്ടൊന്നും പോകുന്നില്ല, വേറെ സ്ഥലങ്ങളിലൊന്നും സുവിശേഷം അറിയിക്കാനായിട്ട് അവർ പോകുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ യെരുശലേമിലെ സഭ ഒതുങ്ങിക്കൂടിയ, ആ മിഷൻ എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് വരാതെ ഒന്ന് ഒതുങ്ങിക്കൂടിയിരുന്നതായ കാലയളവ്. ആ ഒരു കാലയളവിൽ സ്തെഫാനോസിന്റെ പീഡനം അവിടെ ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. സ്തെഫാനോസിന്റെ പീഡനം ഉണ്ടാകുന്നു. അങ്ങനെ സ്തെഫാനോസിന്റെ പീഡനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോസ്തലന്മാരൊഴികെ ബാക്കിയുള്ളവരൊക്കെയും പലരും ചിതറിപ്പോയി. ഇവിടെയും വടക്കേ ഇന്ത്യയിലെ ചില സ്ഥലങ്ങളിൽ പീഡനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സുവിശേഷകർ പോലും ആ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു പല സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോകുന്നത് ഇപ്പോഴും സ്വാഭാവികമായി ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. എല്ലാവരും ആയിരിക്കത്തില്ല, ചില ആളുകൾ അവർ പോയി അവിടെ സുവിശേഷം പറയുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അതൊരു കുഴപ്പമില്ല എന്നുള്ളതാണ് എൻ്റെ ചിന്ത. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? അപ്പോസ്തലന്മാരൊഴികെ ബാക്കിയുള്ളവരെല്ലാം ചിതറിപ്പോയി. അങ്ങനെ ചിതറിപ്പോയവരായ ആളുകൾ, നമ്മൾ അതിൻ്റെ അപ്പോസ്തലപ്രവൃത്തി 11:19, സ്തെഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ, അതായത് ഈ പീഡനം ഉണ്ടായി ചിതറിപ്പോയപ്പോഴും അടിസ്ഥാനപരമായി ഇവരുടെ മനസ്സിൽ അവർ ചിന്തിച്ചത് ആരോട് സുവിശേഷം അറിയിക്കണമെന്നാ? യഹൂദന്മാരോട്. ആ യഹൂദന്മാർ പല സ്ഥലങ്ങളിൽ താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് പ്രശ്നമില്ല. പക്ഷേ അവരുടെ ബേസിക് ആയിട്ട് അവരുടെ ബന്ധമെന്ന് പറയുന്നത് യഹൂദന്മാരോടായിരുന്നു. യഹൂദന്മാരോട്. അതിനകത്ത് കുറ്റം പറയാൻ പറ്റില്ല. കാര്യം ഇൻക്ലൂഡിങ് പിന്നീട് മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട പൗലോസ് പോലും, അല്ലെങ്കിൽ പൗലോസും ബർന്നബാസും ആദ്യം മിക്കപ്പോഴും ചെന്നത് എവിടെയാ? പള്ളികളിൽ സുവിശേഷം അറിയിക്കാൻ. വിജാതീയരിലേക്ക് തിരിയാൻ അല്പം ഒരു സമയം എടുത്തു എന്നാണ് നമ്മൾ കാണുന്നത്. 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വിജാതീയരോട് സുവിശേഷം അറിയിക്കുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പത്രോസ് വിജാതീയരോട് സുവിശേഷം അറിയിക്കുന്ന കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി വിജാതീയരോട് സുവിശേഷം അറിയിക്കുക എന്നുള്ള ആ ഒരു ദൗത്യം ഇവരെ ഏറ്റെടുത്തു എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് സ്തെഫാനോസ് നിമിത്തമുണ്ടായ പീഡനം കഴിഞ്ഞ് അങ്ങനെയുള്ളവർ, ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നിക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അപ്പൊ അങ്ങനെ ചിലര് അന്ത്യോക്യയിലും വന്നു. അന്ത്യോക്യയിൽ വന്ന് അവര് അന്ത്യോക്യയിലുള്ളവരോട് ഉള്ള യഹൂദന്മാരോട് സുവിശേഷം അറിയിച്ചു. അവരിൽ ചിലർ കുപ്രോസ്കാരും കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിലെത്തിയ ശേഷം അവരെന്ത് ചെയ്തെന്നറിയാമോ? യവനന്മാരോടും കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. പെതിയെ ഇവരൊന്ന് അയഞ്ഞു തുടങ്ങുക. യഹൂദന്മാരോട് മാത്രമല്ല, യവനന്മാരോടും അവര് സുവിശേഷം അറിയിക്കുന്നതായ കാര്യമാണ് നമ്മൾ കാണുന്നത്. കർത്താവിന്റെ കൈ അവരോട് കൂടി ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. പക്ഷെ അവരിൽ കൂടുതൽ ആളുകളും യഹൂദന്മാർ തന്നെയാ. യവനന്മാരെന്ന് പറയുമ്പോഴും അവര് യഹൂദ പശ്ചാത്തലമുള്ള യഹൂദന്മാരായ, യഹൂദ വിശ്വാസം പിന്തുടരുന്നതായ ആളുകൾ അന്നും ഒത്തിരിയുണ്ട്.
അവരൊരു പക്ഷേ യഹൂദ ജാതിയിൽപ്പെട്ടവരല്ലെങ്കിലും യഹൂദ വിശ്വാസം ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. ഭക്തിയുള്ള പുരുഷന്മാർ എന്നൊക്കെ അവരെ പലപ്പോഴും വിളിക്കാറുണ്ട്. ഈ ആളുകൾ വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. അവരെക്കുറിച്ചുള്ള ഈ വർത്തമാനം യെരുശലേമിലെ സഭയിലെത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞയച്ചു. നോക്കുക, അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. പിന്നെ ബർന്നബാസിനെ കുറിച്ചാണ് ചില കാര്യങ്ങൾ പറയുന്നത്. ബർന്നബാസ് എന്ത് ചെയ്തു? തർസോസിലേക്ക് പോയി. 25-ാമത്തെ വാക്യത്തിൽ ശൗലിനെ കണ്ടെത്തിയാറെ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ അന്ത്യോക്യക്കാരല്ലാത്ത സുവിശേഷകർ ഇപ്പൊ ഇങ്ങോട്ട് വരിക. ആദ്യം ബർന്നബാസ് വന്നു, അത് കഴിഞ്ഞ് അന്ത്യോക്യയില് ശൗല് വരുന്നതാണ് നമ്മൾ കാണുന്നത്. അവര് എന്ത് ചെയ്തു? അവർ ഒരു സംവത്സരം മുഴുവൻ സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേർ ഉണ്ടായി. അതുവരെ യേശുവിനെ അംഗീകരിച്ചു വരുന്ന എല്ലാവരെയും വിളിച്ചിരുന്നത് ശിഷ്യന്മാരെന്നാണ്. അപ്പോസ്തലപ്രവൃത്തി നമ്മൾ വായിക്കുമ്പോഴെല്ലാം കാണുന്നതാണ് ശിഷ്യന്മാര്. എന്നാൽ അന്ത്യോക്യയിൽ അവിടെ കർത്താവിൻ്റെ വാക്കുകളെ കേട്ട് കർത്താവിനെ അനുസരിച്ച് അന്ത്യോക്യയിൽ വന്ന ജനങ്ങൾ, നല്ലൊരു കൂട്ടം ആളുകൾ, അവിടെ പറയുന്നത് വലിയൊരു കൂട്ടം ആളുകൾ എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് തന്നെ നമ്മളവിടെ വായിച്ചല്ലോ. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. ഈ വലിയ കൂട്ടം അവരെ പ്രബോധിപ്പിക്കുവാൻ വേണ്ടി ബർന്നബാസ് വന്നു. അതിനുശേഷം ബർന്നബാസ് എന്ന് ശൗലിനെ കൂടെ കൂട്ടിക്കൊണ്ട് ഇവിടെ അന്ത്യോക്യയിൽ വന്നു. അവിടെ വെച്ച് അവർ സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരായി. ശിഷ്യന്മാരെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ, ആ ആളുകൾ ഇപ്പോൾ അവരെ അറിയുന്നത് ക്രിസ്ത്യാനികൾ എന്നാണ്. അപ്പോ ഇതിനകത്ത് യവനന്മാര് ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. യവനന്മാരായ ആളുകൾ, യവനന്മാരോട് അവർ സുവിശേഷം അറിയിക്കാൻ ഒരു പരിധിവരെ അവർക്ക് പ്രേരണയായത് 10-ാമത്തെ അധ്യായത്തിൽ പത്രോസ് ജാതികളോട് സുവിശേഷം അറിയിക്കുന്ന കാര്യം നമുക്കറിയാം. അതായത് കൈസരിയയിൽ ഇത്യാലിക എന്ന പട്ടണത്തിൽ കൊർന്നല്യോസ് എന്നു പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് ആ വേദഭാഗം തുടങ്ങുന്നത്. ആ ശതാധിപന്റെ വീട്ടിലേക്ക് പത്രോസിനെ വിളിപ്പിച്ച് സുവിശേഷം കേൾക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. കർത്താവ് തന്നെ പറഞ്ഞു, നീ പോയി വിളിപ്പിക്കാൻ പറഞ്ഞു. അതേസമയം പത്രോസിന് ദൈവം ഒരു ദർശനം കൊടുത്തു. ആ ദർശനത്തിന്റെ അടിസ്ഥാന അർത്ഥം എന്നായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ കണ്ടത് ലോകത്തിലെ സകല മൃഗങ്ങളെയും എല്ലാം കൂടെ ഒരു തുപ്പട്ടിയിൽ, ഒരു വലിയൊരു ഷീറ്റ്, അതിനകത്ത് വലിയൊരു തുപ്പട്ടിയിൽ അവൻ ഇറക്കിക്കൊണ്ട് വരുന്നു. അതിനെ അത് അറുത്ത് തിന്നാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ ഇതുവരെ മലിനമായതൊന്നും തിന്നിട്ടില്ല. ഉടനെ കർത്താവ് തന്നെ പറഞ്ഞു, ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് എടുക്കരുത്, പറയരുത്. അത് പക്ഷേ പത്രോസിന് മനസ്സിലായി. ഈ പറയുന്നത് ഈ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ ഞാനങ്ങ് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, അവര് രക്ഷിക്കപ്പെട്ടെന്നുള്ളത് സാക്ഷി പറയാൻ പോലും സമയം കിട്ടിയില്ല. അതിനു മുമ്പ് തന്നെ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് അവർ പരിശുദ്ധാത്മാവിൽ സംസാരിക്കുന്നു. ഇതെല്ലാം 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് യെരുശലേമിലുള്ളവർക്ക് ഒരു പ്രേരണയായി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. വിജാതീയരോടും കൂടെ സുവിശേഷം അറിയിക്കാൻ ഒരു പ്രേരണയായി. പക്ഷേ ഈ ഒരൊറ്റ കാര്യം കൊണ്ട് അവര് യഹൂദന്മാരെ വിട്ടങ്ങ് മാറി ജാതികളിലേക്ക് തിരിയാനൊന്നും അത്ര പെട്ടെന്നൊന്നും അവർ തയ്യാറായിരുന്നില്ല. എന്നാൽ അന്ത്യോക്യയിൽ വന്നപ്പോൾ അവർ യവനന്മാരോടും സുവിശേഷം അറിയിച്ചു. യവനന്മാരും കർത്താവിനെ സ്വീകരിച്ചു. അത് യെരുശലേമിലെ സഭയിൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, വലിയ കൂട്ടം രക്ഷിക്കപ്പെട്ടു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് ബർന്നബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞയച്ചു. ബർന്നബാസ് വന്ന് ഈ വലിയ കൂട്ടത്തെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പോയി തർസോസിൽ ചെന്ന് ശൗലിനെ കൂടെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ ഇപ്പോൾ ഈ അന്ത്യോക്യയിലെ സഭയിൽ അടിസ്ഥാനപരമായി അവരുടെ ലോക്കൽ ആൾക്കാരുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ അവരോട് സഹകരിക്കുവാനായിട്ട് ബർന്നബാസ് ഉണ്ട്. ബർന്നബാസ് അന്ത്യോക്യയിലേക്ക് വരുന്നു. അതിനുശേഷം പൗലോസ് അന്ത്യോക്യയിലേക്ക് വരുന്നു. എന്നിട്ട് 27-ാമത്തെ വാക്യത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ കാണുന്നത്, ആ കാലത്ത് യെരുശലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. ഞാൻ ഈ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ത്യോക്യ സഭ ഒരു
ഈ ആത്മീയതയുടെ ഒരു കേന്ദ്രമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം അപ്പോസ്തലന്മാര്, പ്രവാചകന്മാര്, എന്നിട്ട് 28-ാമത്തെ വാക്യത്തിൽ അഗബോസ് എന്ന പേരുള്ള ഒരുവൻ എഴുന്നേറ്റ് ലോകത്തിലൊക്കെയും മഹാക്ഷാമം ഉണ്ടാകും എന്ന ആത്മാവിൽ പ്രവചിച്ചു. അപ്പോൾ അന്ത്യോക്യ സഭയിൽ ഈ കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ ക്ഷാമം ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ച് പ്രവചിച്ചു. അപ്പൊ ഇവരെ എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ, സ്വീകരിക്കാനായിട്ട് അന്ത്യോക്യയിലെ സഭ തയ്യാറായിരുന്നു. അല്ലാതെ ഒരു സെക്ലൂഡഡ് ആയിട്ട് പോകാനായിട്ട് അവര് ആഗ്രഹിച്ചില്ല. ഇവരെയൊക്കെ സ്വീകരിച്ചു. യെരുശലേമിലെ സഭയുമായിട്ട് നല്ലൊരു റിലേഷൻ അവര് സൂക്ഷിച്ചു. അവിടെ നിന്ന് ആളുകൾ വരികയും മറ്റും ചെയ്യുന്ന കാര്യം. അപ്പോൾ അന്ത്യോക്യയിലെ ഈ മാതൃകാ സഭയുടെ മറ്റൊരു വലിയ മാതൃക എന്നാന്ന് ചോദിച്ചാൽ 29-ാമത്തെ വാക്യത്തിൽ, അതായത് 28-ാമത്തെ വാക്യത്തിൽ അഗബോസ് പ്രവചിച്ചു വലിയ ക്ഷാമം ഉണ്ടാകും. അത് ക്ലൗദ്യോസിന്റെ കാലത്ത് സംഭവിച്ചു. അപ്പോൾ വലിയൊരു ക്ഷാമം ഉണ്ടായി. ഇത് ഒരു പരിധി വരെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്ത ഒരു സ്ഥലം എന്ന് പറയുന്നത് യെരുശലേമിലെ സഭയാണ്. ആ യെരുശലേമിലെ സഭ ക്ഷാമത്തിലായി എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ കാണുന്നതെന്നറിയാമോ? 29-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ യഹൂദിയയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാരിൽ ഓരോരുത്തൻ പ്രാപ്തി പോലെ കൊടുത്തയപ്പാൻ നിശ്ചയിച്ചു. അന്ത്യോക്യയിലെ സഭയുടെ പ്രത്യേകതയാണ്. അതായത് ഞങ്ങളുടെ സഭയിലുള്ളതെല്ലാം ഞങ്ങളുടെ സഭ വേണമെന്നല്ല, അല്ലെങ്കിൽ ഇതിനെ കൂട്ടിവെക്കാനുള്ള വലിയൊരു മോഹമല്ല. പ്രത്യുത പ്രതിസന്ധിയിലിരിക്കുന്ന ആ യെരൂശലേമിലെ സഭയ്ക്ക് ഉദവി കൊടുത്തു വിടുവാൻ അവര് പറഞ്ഞു, നമ്മുടെ സഹോദരങ്ങളാ, അവരാ നമ്മുടെ അടുത്ത് വന്ന് ആദ്യം സുവിശേഷം പറഞ്ഞത്, അവരാണ് ഇപ്പോൾ വിഷമത്തിലായിരിക്കുന്നത്. അതുകൊണ്ട് ഈ അന്ത്യോക്യയിലെ സഭ എന്ത് ചെയ്യുകയാണ്? യെരൂശലേമിലേക്ക് അങ്ങോട്ട് കൊടുത്തു വിടുക. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, മിഷൻ ഫീൽഡിൽ നിന്ന് മിഷണറിമാരെ അയച്ച സഭയിലേക്ക് പൈസ കൊടുത്തു വിടുന്ന പോലെ. മിഷൻ ഫീൽഡിൽ നിന്ന് അന്ത്യോക്യ സഭ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യെരൂശലേമിലെ സഭയുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ യെരൂശലേമിലെ സഭയിൽ നിന്നാണല്ലോ ഇവിടെ അന്ത്യോക്യയിൽ വന്ന് സുവിശേഷമൊക്കെ പറഞ്ഞത്. എന്നിട്ട് അവിടെ സഭ ഫ്ലറിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നമ്മുടെ അടുത്തേക്ക് സുവിശേഷവുമായി വന്ന യെരൂശലേമിലെ സഭയിൽ ഇപ്പോൾ പ്രതിസന്ധിയാണ്, അതുകൊണ്ട് നമ്മൾ അവരെ സഹായിക്കണം എന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. കണ്ടോ, അന്ത്യോക്യ സഭയുടെ മാതൃക എന്ന് പറയുന്നത്. ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ്, ഇവിടെ നമുക്ക് പല വലിയ സഭകളും അവർക്ക് ഒരു മിഷൻ സങ്കല്പമോ ആളുകളെ സഹായിക്കുന്ന കാര്യത്തെക്കുറിച്ചോ അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളൊന്നും ഉണ്ടാകാതെ ഈ പുറത്തുള്ള പല സഭകളും പൈസ എക്സ്ട്രാ ആയി കഴിഞ്ഞാൽ അവര് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, കൊറിയയിലെ ഒരു വലിയ സഭയുടെ കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്, ചിലർക്കറിയാം. എന്താണെന്നറിയാമോ? അവിടെ ഗവൺമെന്റ് ഒക്കെ ഇടപെടേണ്ടി വന്നു. എന്താണെന്നറിയാമോ? സഭയുടെ പൈസ ആ സഭയുടെ പാസ്റ്ററുടെ മോനൊക്കെ ഇൻവോൾവ് ചെയ്ത് ഒരു കമ്പനിയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് ആ കമ്പനി പൊട്ടി. നോക്കുക, സുവിശേഷത്തിന് വേണ്ടിയല്ല ഇൻവെസ്റ്റ് ചെയ്തത്. ഈ കിടക്കുന്ന പൈസ ഇങ്ങനെ കിടക്കുകയല്ലയോ, ഇഷ്ടംപോലെ പൈസ കിടക്കുകയല്ലേ, അത് കൂട്ടാൻ, പിന്നെയും കൂട്ടാൻ, ഉപയോഗിക്കാതെ കിടക്കുന്ന പണം കൂട്ടിവെക്കാനാണ് അവർ പരിശ്രമിക്കുന്നത്. പക്ഷേ അന്ത്യോക്യ സഭ പറഞ്ഞു, ദൈവം നമുക്ക് ആവശ്യത്തിനുള്ളത് തന്നിട്ടുണ്ട്. അത് നമ്മളെ സുവിശേഷത്തിലേക്ക് നയിച്ച വ്യക്തികളുടെ ഉദവിക്കായി, അവരുടെ ദാരിദ്ര്യത്തിന്റെ സമയത്ത് നമ്മൾ അവരെ സഹായിക്കണം എന്ന് പറഞ്ഞ് അവർക്ക് കൊടുത്തുവിടുന്നതായ, അവരെ സഹായിക്കുന്നതായ അതൊരു മാതൃകയായി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സഭയുടെ പണമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിഷൻ എന്ന് പറയുന്നത് അതിനുവേണ്ടി നമ്മുടെ പണമൊക്കെ അത് ബോധപൂർവം, അതായത് ബുദ്ധിയില്ലാതെ ഉപയോഗിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അത് നമ്മുടെ കൺസേൺ ആയിരിക്കണം. പാവപ്പെട്ടവരുടെ, പ്രയാസം അനുഭവിക്കുന്നവരുടെ ദുഃഖം നമ്മുടെ ദുഃഖമായിരിക്കണം. നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ നേടുക എന്നുള്ള ഭാരം നമ്മുടെ സഭകളുടെ ഭാരമായിരിക്കണം. അങ്ങനെയുള്ള സഭകളാണ് മാതൃകാ സഭകൾ. അല്ലാതെ
ഒരു സഭ അത് പണിത് വേറെ ആരെയും അടുപ്പിക്കാതെയും എങ്ങോട്ടും ഒന്നും പോകാതെയും ഇരിക്കുന്നതല്ല. ദൈവം നമ്മളെ വിളിച്ചതുപോലെ വിളിച്ച ആളുകളുണ്ട്. അവരുടെ പ്രതിസന്ധികളിൽ അവരെ സഹായിക്കാൻ നമ്മൾ തയ്യാറാകണം. അതേപോലെ സുവിശേഷം അറിയാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ മധ്യത്തിലേക്ക് സുവിശേഷവുമായി പോകുവാൻ, അവരെ അയക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പിന്നെ നമ്മൾ കാണുന്നുണ്ട്. ഈ മാതൃകാ സഭയുടെ പ്രത്യേകതകൾ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരു സഭയായിരുന്നു ഈ നമ്മൾ പറഞ്ഞ അന്ത്യോക്യയിലെ സഭ എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. ഞാൻ ഈ വേദഭാഗം ഒന്ന് വായിച്ചു നോക്കിയപ്പോഴത്തേക്ക് അവിടുത്തെ പ്രത്യേകത, ഈ അന്ത്യോക്യ സഭയിൽ ബർന്നബാസ് യെരുശലേമിൽ നിന്ന് വന്നതാണ്. യെരുശലേമിലെ സഭയിൽ നിന്ന് അവർ പറഞ്ഞു വിട്ടതാണ് ബർന്നബാസിനെ. അന്ത്യോക്യക്കാരനല്ല, പക്ഷെ അവന്റെ പേര് ആദ്യം പറഞ്ഞിരിക്കുന്നു. ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശിമോൻ. ഒരു പക്ഷേ എത്യോപ്യക്കാരനോ വല്ലോ ആയിരിക്കാം, അറിയില്ല നമുക്ക്. പക്ഷെ അവിടെ നിന്നുള്ള നീഗർ എന്നു പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലൂക്യോസ്. ഒക്കെ ഓരോ സ്ഥലങ്ങളാണ്. ഇടപ്രഭുവായ ഹേരോദാവോട് കൂടെ വളർന്ന മനായേൽ. ഞാനതിനെക്കുറിച്ചുള്ളത് വായിച്ചത് ഹേരോദാവിൻ്റെ കൂട്ടുകാരനായിരുന്ന, കൂടെ നടന്ന, രാജാവിൻ്റെ കൂടെ നടന്ന, അല്ലെങ്കിൽ പ്രഭുവിൻ്റെ അല്ലെങ്കിൽ രാജ പ്രതിനിധിയുടെ കൂടെ നടന്ന മനായേൽ, ശൗൽ അഥവാ പൗലോസ് എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. സമൂഹത്തിന്റെ എല്ലാ തുറകളിലും വലിയവരും ചെറിയവരും എല്ലാം ഈ ഒരൊറ്റ ചെറിയ ലിസ്റ്റിനകത്തുണ്ട്. രാജപ്രഭുക്കന്മാരുടെ കൂടെ വളർന്ന ആളുകളുണ്ട്. എന്നാൽ അതേസമയം ഈ ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നൊക്കെ വന്ന ആളുകളുണ്ട്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അവർ തമ്മിൽ മാതൃകാ സഭ ആകുന്നതിൻ്റെ ഇത് മാതൃകാ സഭ ആകുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഇവിടെ വിവേചനങ്ങളൊന്നുമില്ല. ഈ ഇടപ്രഭുവായ ഹേരോദാവിൻ്റെ കൂടെ വളർന്ന മനായേൽ ഒരിക്കലും പറഞ്ഞില്ല, ഞാൻ ആരാണെന്നറിയാമോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല ഞാൻ എന്ന് പറഞ്ഞ അഹങ്കാരം പറഞ്ഞില്ല. അതേപോലെ നീഗർ എന്ന പേരുള്ള ശിമോനെ ഒരിക്കലും ഒരു അരക്ഷിത ബോധമൊന്നും തോന്നിയില്ല. അയ്യോ, ഞാൻ ഇവരുടെ കൂടെ, ഇവരൊക്കെ ആരാ എന്നൊന്നും ചിന്തിച്ചില്ല. ദൈവസഭയിൽ വിവേചനങ്ങളില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു മാതൃകാ സഭ വിവേചനങ്ങളില്ലാത്ത എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സഭയായിരിക്കണം ഒരു മാതൃകാ സഭ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. അവിടെ ജാതിയില്ല, അവിടെ മതം, മറ്റുള്ള ഏത് മതത്തിൽ നിന്ന് വന്നതാണെന്നുള്ള ചോദ്യമില്ല. സഭയ്ക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ദൈവമക്കളാണ്. അല്ലാതെ വേറൊരു രീതിയിലുള്ള യാതൊരു മാറ്റങ്ങളുമില്ല. ഏത് പശ്ചാത്തലത്തിൽ നിന്നാണ് വന്നതെന്നുള്ള ചോദ്യവുമില്ല. മാതൃകാ സഭയിൽ എല്ലാവരും ഒരുപോലെയുള്ളവരാണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ശരീരം ഒന്നും അതിന് അവയവം പലതും, ശരീരത്തിൽ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തുവും. ശരീരം ഒന്ന്, അതിന് അവയവം പലതുണ്ട്, പക്ഷെ ശരീരം ഒന്ന്. സഭ ഒന്നാണ്, അതിന് അവയവങ്ങൾ പലതുണ്ട്. ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തുവും. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ദാസനായിരിക്കാം, സ്വതന്ത്രരായിരിക്കാം, പണക്കാരനായിരിക്കാം, കൃഷിക്കാരനായിരിക്കാം, ബിസിനസ്സുകാരനായിരിക്കാം, എന്തും ആയിക്കോട്ടെ. നമ്മളെ ഒന്നാക്കുന്ന ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരേ ആത്മാവിൽ സ്നാനമേറ്റിരിക്കുന്നു, എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും
വ്യത്യാസങ്ങൾ കൂടാതെ ഒരുമിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു ബോധ്യം നമുക്ക് സഭകളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ആരെയും കൂടിയ ആളായിട്ടും കണക്കാക്കണ്ട, ആരെയും കുറഞ്ഞ ആളായിട്ടും കണക്കാക്കരുത്. വി നീഡ് ടു അക്സെപ്റ്റ് എവ്രി വൺ. ആകെ ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ സ്നാനമേറ്റ ആത്മാവിനാൽ തന്നെ അവരും സ്നാനമേറ്റിരിക്കുന്നു, ഞാൻ പാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ തന്നെ അവരും പാനം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ ഒന്ന്. ഒരു മാതൃകാ സഭയിൽ എപ്പോഴും ഞങ്ങൾ ഒന്ന് എന്നുള്ള ഒരു ചിന്തയുണ്ടായിരിക്കും. ഒരു മാതൃകാ സഭയിൽ വേർതിരിവുകളില്ല. ഒരു മാതൃകാ സഭയിൽ ഗ്രൂപ്പിസം ഇല്ല. വന്ന് ഓരോ പാർട്ടിക്കാര്, ഇന്നാരുടെ പാർട്ടിക്കാര് ഓരോരുത്തരുടെ പേര് പറഞ്ഞാണ്. കൊരിന്ത്യ സഭയിൽ അങ്ങനെ കുറച്ച് നാളുണ്ടായിരുന്നു. ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, പൗലോസിന്റെ പക്ഷക്കാരൻ, കേഫാവിന്റെ പക്ഷക്കാരൻ. പൗലോസ് ചോദിക്കുക, ആരാടാ നിന്നെ ഇതൊക്കെ പഠിപ്പിച്ചത്? പൗലോസ് നിനക്ക് വേണ്ടി ചത്തോ? നിനക്ക് വേണ്ടി മരിച്ചത് ആരാ? യേശുവാണ്, ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് ദൈവസഭയിൽ പക്ഷം പിടിക്കുന്നത്, പക്ഷക്കാരെ ഉണ്ടാക്കുന്നത് ബിബ്ലിക്കൽ അല്ല. അതൊരു മാതൃകാ സഭയല്ല. ഇന്നത്തെ പല എസ്റ്റാബ്ലിഷ് സഭകളിലും ഇന്ന പക്ഷം, ഇന്ന കക്ഷി എന്നൊക്കെയാ പറയുന്നത്, ഇല്ലേ? അതൊരു മാതൃകാ സഭയല്ല. മാതൃകാ സഭയിൽ പക്ഷം പിടിക്കത്തില്ല, കക്ഷി പിടിക്കത്തില്ല. എല്ലാവരും ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണെന്നാണ്. ശരീരമൊന്നും, അതിന് അവയവം പലതും, ശരീരത്തിൻ്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തുവും. അന്ത്യോക്യ സഭയുടെ പ്രത്യേകത എന്താണ്? അവിടെ പക്ഷം പിടിക്കുന്ന ആളുകളില്ലായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാവരും ഒന്നായിരുന്നു. ഒരു മാതൃകാ സഭ നമ്മൾക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ തീർച്ചയായും ആ സഭയിൽ പക്ഷം പിടിക്കുന്നവരുണ്ടാകരുത്. അതിനെ മാറ്റി നിർത്തണം. ഇന്നത്തെ സാഹചര്യങ്ങൾക്കൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാകട്ടെ. ഇന്നാരുടെ പക്ഷക്കാരെന്നൊക്കെ പറയുന്നത് നിർത്തിയിട്ട് ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കുന്നവര്, ക്രിസ്തുവാകുന്ന സഭയുടെ ശരീരത്തിൻ്റെ അവയവങ്ങളായി. ഞാൻ അവയവമാണ്. എൻ്റെ ശരീരത്തിൽ കൈയുണ്ട്, കാലുണ്ട്. അത് താഴോട്ട് വായിക്കുമ്പോൾ നമ്മളത് കാണുന്നുണ്ട്. യവനന്മാരോ ദാസന്മാരോ, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ശരീരം ഒരു അവയവമല്ല, പലതത്രേ. ഞാൻ കൈയല്ലായികയാൽ ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അവൻ ദരിദ്രനാ, അവനെ കൊണ്ടുവന്ന അവനൊന്നും ഇതില്ല, എനിക്ക് അങ്ങനല്ല, എനിക്ക് ചില അതുണ്ട് ഇതുണ്ടെന്നൊക്കെ, എനിക്ക് പിടിപാടുണ്ട് എന്നൊക്കെ പറയുന്നത് ഒക്കെ ബിബ്ലിക്കൽ അല്ല. അതൊരു മാതൃകാ സഭയുടെ കാര്യമല്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ കാലയളവിൽ നമ്മുടെ സഭകൾ, പ്രത്യേകിച്ച് എസ്റ്റാബ്ലിഷ് ചർച്ചസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷം പിടിക്കുന്ന സഭകൾ അതൊരിക്കലും മാതൃകാ സഭയല്ല. നമുക്ക് മുമ്പിൽ ഒരു മാതൃകാ സഭയായി അന്ത്യോക്യ സഭ വന്നു നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ എന്താ നമ്മൾ കാണുന്നത്? ആ സഭയിൽ, അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവാട് കൊള്ളുന്ന മനായൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. പല ശുശ്രൂഷകളുണ്ടായിരുന്നു. പ്രോഫറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ്. ഒരു സഭയിൽ എല്ലാവർക്കും ഒരു ശുശ്രൂഷയല്ല ഉള്ളത്, പല ശുശ്രൂഷകളുള്ളവരുണ്ട്. അതെല്ലാം കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് സഭയാകുന്നത്. There are prophets and there are teachers. വ്യത്യസ്ത ശുശ്രൂഷകൾ ചെയ്യുന്നവർ. അവിടെ പ്രോഫറ്റ്സ് എന്ന് പറയുന്നത് ഭാവി പ്രവചിക്കുന്നവർ എന്നുള്ള അർത്ഥത്തിലല്ല. നമുക്ക് പ്രവചനം എന്ന് പറഞ്ഞാൽ ആകെപ്പാടെ അറിയാവുന്നത് ഭാവി പ്രവചിക്കുന്ന കാര്യങ്ങളും, പിന്നെ ഫോറൻസിക് പ്രോഫസി. നിന്റെ വീടിൻ്റെ മുന്നോട്ട് കയറി ചെല്ലുമ്പോൾ വലതുവശത്ത് ഒരു വാതിലുണ്ട്, ആ അലമാരിക്കകത്ത് എന്തോ ഇരിപ്പുണ്ട് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ വിട്ടുകളാണ് നിങ്ങൾ. അതിനകത്ത് എന്തെങ്കിലും ഇരുന്നോട്ടെ. എന്തിനാ ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നത്? എനിക്കറിയാൻ കഴിഞ്ഞിട്ട് ചോദിക്കുക, വേദപുസ്തകത്തിൽ അങ്ങനെ വല്ലതും കാണുന്നുണ്ടോ? വേദപുസ്തകത്തിൽ ഇല്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോകരുത്. എന്താണ് പ്രവചനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാവി പറയുന്നത്
ചിലപ്പോൾ ഭാവി എന്തെങ്കിലും പറഞ്ഞെന്നിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലെന്നല്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്. എന്താണ് ശരിയായിട്ടുള്ള പ്രവചനം എന്ന് ചോദിച്ചാൽ, പ്രവചനവും ടീച്ചിങ്സും രണ്ടും ഇവിടെ പറയുന്നുണ്ട്. പ്രോഫറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ്. ടീച്ചേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ടീച്ചേഴ്സിന്റെ പ്രത്യേകത വേദപുസ്തകത്തിൽ നിന്ന് കൃത്യമായിട്ട് ഉപദേശങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ടീച്ചറിന്റെ ചുമതല. അവരാണ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. സ്നാനത്തെക്കുറിച്ചുള്ള ഉപദേശം പഠിപ്പിക്കുക, തിരുവത്താഴത്തെക്കുറിച്ചുള്ള ഉപദേശം പഠിപ്പിക്കുക. ഈ ഉപദേശം പഠിപ്പിക്കുമ്പോൾ വേദപുസ്തകത്തിന് അനുസൃതമായിരിക്കണം. അതിന് യാതൊരു രീതിയിലും കോട്ടം വരുന്ന ഒന്നും, വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഒന്നും അതിനിടയ്ക്ക് കയറ്റി ടീച്ചേഴ്സിന് ഒരിക്കലും പറയാൻ കഴിയില്ല. എന്നാൽ പ്രോഫസി എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് ഇൻസ്പയർഡ് സ്പീച്ച്, വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ പ്രസംഗിക്കുകയാണ്. പ്രബോധനം എന്നൊക്കെ പറയാമല്ലോ. അതായത് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ജനങ്ങളുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന, അവരെ ഉത്തേജിപ്പിക്കുന്ന, അവരെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുവാൻ ഉത്സാഹിപ്പിക്കുന്ന വചനങ്ങൾ പറയുന്നതും പ്രോഫസിയാണ്. പ്രോഫസിയാണ്. ചിലപ്പോൾ ആളുകൾ ചോദിക്കും, പ്രവചനം ഉണ്ടോ? എനിക്ക് പ്രവചനം ഉണ്ട്. ഈ പറയുന്നതും പ്രവചനമാണ്. ഹല്ലേലൂയ. കാര്യം പ്രവാചകൻ എന്ത് ചെയ്യുന്നു? ജനങ്ങളെ തിരുത്തുന്നു, ജനങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു, ജനങ്ങളെ കർത്താവിങ്കലേക്ക് അടുപ്പിക്കുന്നു. അതൊക്കെയാണ് പ്രവാചകന്റെ ചുമതല. അപ്പൊ അതുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് ദൈവസഭയിൽ ഉള്ളവരുടെ ഉത്തേജനത്തിനായി, അവരുടെ ആത്മീയ വളർച്ചയ്ക്കായി, ആത്മീകമായി അവര് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ദൈവസ്നേഹത്തിൽ വർദ്ധിച്ചു വരുവാനും ഒക്കെ ഉതകുന്ന നിലയിലുള്ള അങ്ങനെയുള്ള വചന ശുശ്രൂഷ ശരിക്കും പ്രവചനമാണ്. എന്നാൽ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സിന്റെ ചുമതല ഡോക്ട്രിൻസ് പഠിപ്പിക്കണം. നമ്മുടെ സഭയിലൊക്കെ ഡോക്ട്രിൻസ് പഠിപ്പിക്കണം. നമ്മുടെ സഭയിലുള്ള പിള്ളേർക്ക് പലർക്കും സ്നാനം എന്താണെന്ന് അറിയത്തില്ല. നമ്മുടെ സഭകളിലുള്ള പിള്ളേർക്ക് തന്നെയല്ല, വലിയവർക്കും അറിയത്തില്ല. ഞാൻ ബഹ്റിനിൽ ഒരിക്കൽ പ്രസംഗിച്ച് കഴിഞ്ഞപ്പം ഒരു അച്ചായൻ വന്ന്, പ്രായമുള്ള അച്ചായൻ എൻ്റെ അടുത്ത് പറഞ്ഞു, സാജു ബ്രദറെ, എന്തിനാ പ്രസംഗിക്കുമ്പോൾ പിള്ളേർക്ക് അറിയത്തില്ല, നമുക്ക് ഏതാണ്ട് അറിയാവും. ഇപ്പൊ വന്ന് പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും ഇതൊന്നും അറിയാൻ വയ്യാത്ത. അതുകൊണ്ട് ഉപദേശങ്ങൾ സഭയിൽ പഠിപ്പിക്കണം. വി നീഡ് ടീച്ചേഴ്സ്. അന്ത്യോക്യ സഭയിൽ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ത്യോക്യ സഭ നിലനിന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം ഡോക്ട്രിൻസ് മാത്രം പഠിച്ചാൽ പോരാ. എനിക്ക് ആത്മാവിലൊരു ഉത്തേജനം ആവശ്യമുണ്ട്. ദൈവത്തെ കൂടുതൽ സ്നേഹിക്കേണ്ട ആവശ്യമുണ്ട്. ദൈവസ്നേഹം എന്നിലേക്ക് കടന്നു വരികയും ഞാൻ ഉത്തേജിപ്പിക്കപ്പെടുകയും കർത്താവിനോടുള്ള സ്നേഹത്തിൽ മുതിർന്നു വരികയും വേണം. അതിന് യോജിക്കുന്നതായ പ്രബോധനങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് എനിക്ക് ആവശ്യമുണ്ട്. ഇതെല്ലാം എവിടെ ഉണ്ടായിരുന്നു? അന്ത്യോക്യയിലെ മാതൃകാ സഭയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അന്ത്യോക്യയിലെ മാതൃകാ സഭയിൽ ഒന്ന്, എല്ലാ തലങ്ങളിലുള്ള വ്യക്തികളും അവിടെ അംഗങ്ങളായിരുന്നു. അവർക്ക് വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല. അവരെല്ലാവരും ഒന്നായിരുന്നു. ശരീരം ഒന്ന്, അവയവങ്ങൾ പലതാണ്, പക്ഷെ ശരീരം ഒന്ന്. അവർക്ക് ആ ബോധ്യം ഉണ്ടായിരുന്നു. അവരൊരിക്കലും പക്ഷം പിടിക്കുന്നവരായിരുന്നില്ല. അതാണ് മാതൃകാ സഭയുടെ ഒന്നാമത്തെ ലക്ഷണം. രണ്ടാമത്, അവരുടെ ഇടയിൽ ശുശ്രൂഷയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായ ശുശ്രൂഷകൾ. ഈ വ്യത്യസ്തമായ ശുശ്രൂഷകൾ നമ്മുടെ സഭകളിൽ ഉണ്ടാകണം. അതിനുള്ള അവസരവും ഉണ്ടാകണം. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, കുഞ്ഞുങ്ങൾ വന്ന് ഇവിടെ സാക്ഷി പറയുമ്പോൾ വാക്യങ്ങൾ പറയുന്നു, നല്ല കാര്യമാണ്, ഭയങ്കര സന്തോഷമാണ് നമുക്ക്. പക്ഷെ വാക്യം പറയുക മാത്രമല്ല, ഈ കുഞ്ഞുങ്ങൾ ഇച്ചിരി കൂടെ ഒന്ന് വളർന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് അവർക്ക് പ്രബോധിപ്പിക്കാനൊക്കെ കഴിയണം. കുഞ്ഞുങ്ങൾ പോട്ടെ, നമ്മുടെ യങ്സ്റ്റേഴ്സൊക്കെ ഇല്ലേ, ഈ പിള്ളേരൊക്കെ ഇവിടെ വന്ന് 2 വാചകം ദൈവവചനത്തിൽ നിന്നൊന്ന് സംസാരിക്കട്ടെന്ന് ഇല്ലേ, ശുശ്രൂഷ ചെയ്യാൻ അങ്ങനെ പഠിക്കണം, അങ്ങനെ വളരണം. പക്ഷെ അത് വളരെ ഒരുങ്ങി വേണം, അല്ലാതെ ചുമ്മാ കയറി നിന്ന് പറയാനല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ വേറെ കാര്യമുണ്ട്, അതിന് അവര് തയ്യാറാകണം. അതിനുള്ള അവസരം നമ്മുടെ സഭകളിൽ ഉണ്ടാകണം. ഞാനൊക്കെ 13 വയസ്സുള്ളപ്പോൾ
പാസ്റ്റർ TC ഈശോ എന്നെ സഭയിൽ വിളിച്ച് കയറ്റി പ്രസംഗിപ്പിക്കുമായിരുന്നു. വലിയ പ്രസംഗമൊന്നുമല്ല, 5 മിനിറ്റ് ആയിരിക്കും, അല്ലെ 10 മിനിറ്റ് ആയിരിക്കും പ്രബോധനങ്ങൾ. അങ്ങനെ വളർന്ന ആളാണ് ഞാൻ, അങ്ങനെ വളർന്നതാ. അത് നമ്മുടെ സഭകളിലെല്ലാം ഉണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ശുശ്രൂഷയിൽ മുതിർന്നു വരണം. ഹല്ലേലൂയ. ഈ മാതൃകാ സഭയുടെ പ്രത്യേകത നമ്മളവിടെ വായിക്കുന്നത് 2-ാമത്തെ വാക്യത്തിൽ, അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. എന്താ അവിടെ കാണുന്നത്? അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരുന്നപ്പോൾ. അപ്പൊ ഈ അന്ത്യോക്യയിലെ സഭയുടെ ഒരു പ്രത്യേകത, ഒന്ന്, അവിടെ എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ട്, അവിടെ വേർതിരിവുകളില്ല. അവര് ഉപദേഷ്ടാക്കന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്. എന്നാൽ അവര് ഒരുമിച്ച് കൂടിയിരുന്ന് they were worshipping, അവിടെ എഴുതി they were worshipping the Lord and fasting. They were praying, worshipping and fasting. അവിടെ അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരുന്നപ്പോൾ, they were worshipping the Lord, praying and worshipping. അവർ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്നു, അവർ ഉപവസിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അന്ത്യോക്യയിലെ സഭയിൽ, ഈ മാതൃകാ സഭയിൽ ഓഫ് കോഴ്സ് പ്രാർത്ഥനയുണ്ട് എന്ന് തന്നെയല്ല, ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയുണ്ട്. പാട്ടുപാടുന്ന കാര്യം മാത്രമൊന്നുമല്ല ഇവിടെ പറയുന്നതൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദൈവസന്നിധിയിൽ അവർ വന്നു. അവരുടെ റുട്ടീനായിരുന്നത് പ്രെയർ, വർഷിപ്പ് ആൻഡ് ഫാസ്റ്റിംഗ്. അതായിരുന്നു അന്ത്യോക്യ സഭയുടെ നിരന്തരമായിട്ടുള്ള ഒരു റുട്ടീൻ. അതാ സഭയിലുള്ളത്. സഭയിൽ എപ്പോഴും എന്ത് ചെയ്യും? എന്തുണ്ടാവും? they have prayer, they have worship and they were fasting. അവർക്ക് പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, അവർക്ക് ഉപവാസമുണ്ട്. അത് അവരുടെ സഭയുടെ റുട്ടീനായിരുന്നു. ഇതാണ് മാതൃകാ സഭയുടെ ഒരു റുട്ടീൻ. നമ്മുടെ എല്ലാ സഭകളിലും ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. അവർ വ്യക്തിപരമായി വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, they were coming together. ആ അന്ത്യോക്യ സഭയിലെ ആളുകൾ അവർ ഒരുമിച്ച് കൂടിയിരുന്നു. ഒരുമിച്ച് കൂടി അവര് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തിരുന്നു. അല്ലേ? ഉപവാസമൊക്കെ ഒരു റുട്ടീനാകണം. നമ്മുടെ സഭയുടെ റുട്ടീനായിട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. എന്നും ഫാസ്റ്റിംഗ് എന്നല്ല. We need to see that sometimes we are fasting and praying, separating a certain time for fasting and praying. അതിനുവേണ്ടി ചില സമയങ്ങൾ മാറ്റിവെക്കണം. ഫാസ്റ്റിംഗ് ഈ കാലയളവിൽ വളരെ ചുരുക്കമായിട്ട് വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ ഉള്ള ഒരു പ്രശ്നം, നമ്മളൊരു കാര്യം, ഫാസ്റ്റിംഗ് വേണമെന്ന് തന്നെ വിശ്വസിക്കുന്ന ആളുകൾ ചിലരില്ല. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് പഠിപ്പിക്കുമ്പോൾ പറയുന്നത് വെൻ യു ആർ ഫാസ്റ്റിംഗ്, അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ഉപവസിക്കുമ്പോൾ, നിങ്ങൾ ഉപവസിക്കുകയാണെങ്കിലെന്നല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഉപവസിക്കുകയാണെങ്കിൽ, ഉപവാസമാണെങ്കിൽ അങ്ങനെ എന്നല്ല അവിടെ പറയുന്നത്. വെൻ യു ആർ ഫാസ്റ്റിംഗ്, നിങ്ങൾ ഉപവസിക്കുമ്പോൾ എങ്ങനെ ഉപവസിക്കണമെന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ട്. അത് ഞാൻ അങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ഉപവാസം എന്ന് പറയുന്നത് സഭയുടെ ഒരു റുട്ടീനാണ്. അതാണ് മാതൃകാ സഭയുടെ ഒരു പ്രത്യേകത. They were fasting, they were worshipping, they were praying, they were coming together. ഒരുമിച്ച് കൂടി ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഇതൊക്കെ ആദിമ സഭകളിലെല്ലാം ഉണ്ടായിരുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് വരെയൊക്കെ നമ്മുടെ സഭകളിൽ കോമൺ ആയിരുന്നു. ഇന്നിപ്പോൾ ഒരു പരിധി വരെ രാവിലെ ഒരു ഉപവാസ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് എത്ര പേര് വരും? പീപ്പിൾ ആർ നോട്ട് കമ്മിങ്. നോർമലി അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ആൾക്കാർ വരുന്നത് വളരെ ചുരുക്കമാണ്. വരുന്നവരുണ്ട്, ഇല്ലെന്നല്ല. അതും എത്ര സമയമാണ്? ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോഴത്തേക്ക് എല്ലാ പരിപാടിയും തീരും. ഒന്ന് ഇരുന്ന്, ദൈവ സാന്നിധ്യത്തിലൊന്ന് ഇരുന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മാതൃകാ സഭയുടെ ഒരു പ്രത്യേകത. അങ്ങനെ റുട്ടീൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രേയിങ്, വർഷിപ്പിംഗ് ആൻഡ് ഫാസ്റ്റിംഗ്. അങ്ങനെ ഇരുന്നപ്പോൾ അവിടെ എന്താ കാണുന്നത്? അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരുന്നപ്പോൾ
ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. നോക്കുക, അവര് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തോട് സംസാരിക്കാൻ വേണ്ടി അല്ലേ? ദേ ആർ സ്പീക്കിംഗ് ടു ഗാഡ് ആൻഡ് വർഷിപ്പിംഗ് ആൻഡ് ഫാസ്റ്റിംഗ്. അങ്ങനെ അവര് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടിയപ്പോൾ കർത്താവ് അവരോട് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നത്. ദൈവത്തിൽ നിന്ന് ആലോചന കേൾക്കുന്നതായ ഒരു സഭയായിരുന്നു അന്ത്യോക്യയിലെ സഭ. കർത്താവ് പറയുന്നത് കേൾക്കുന്ന ഒരു സഭ. അവരെ അതിനുവേണ്ടി കാതുകളെ തുറന്നു വെച്ചിരുന്നു. ദ ഹോളി സ്പിരിറ്റ് സെഡ് they were not only praying, they were hearing from God. അവർ ദൈവത്തോട് സംസാരിക്കുക മാത്രമല്ല, ദൈവം അവരോട് സംസാരിക്കുന്നത്. നമ്മുടെ സഭകളിലൊക്കെ നമ്മൾ ദൈവം സംസാരിക്കുന്നത് കേൾക്കണം. മാതൃകാ സഭയിൽ അതുണ്ടായിരിക്കണം. We need to see that God speaks to us. നമ്മുടെ സഭയോട് ദൈവാലോചന, അത് ഇരുന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലേ ഇതൊക്കെ കേൾക്കാൻ പറ്റുള്ളൂ, അല്ലാതെ കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അന്ത്യോക്യയിലെ സഭ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? അവർ പ്രാർത്ഥിച്ചും, അവിടെ എഴുതിയിരിക്കുന്ന അങ്ങനെയാണ്, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരുന്നപ്പോൾ ദൈവം സംസാരിച്ചു. ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന ഒരു ഡിസിപ്ലിൻ നമുക്കുണ്ടാകണം. ദൈവത്തോട് സംസാരിക്കുന്ന ഡിസിപ്ലിൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന ഡിസിപ്ലിൻ കൂടെ ഉണ്ടാകണം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളും മറ്റും വൺ വേ ട്രാഫിക് എന്ന് ഞാൻ സാധാരണ പറയാറുണ്ട്. വൺ വേ. ചിലപ്പം ഫോണ്, പ്രത്യേകിച്ച് പണ്ട് നമ്മൾ ഇപ്പോഴും മൊബൈൽ ഫോൺ ആണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു ഇതുണ്ട്, ഇങ്ങോട്ട് പറയുന്നതൊന്നും കേൾക്കത്തില്ല. നമ്മൾ ഹലോ 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 എന്ന് പറഞ്ഞ് അലച്ചോണ്ടിരിക്കും. എന്നിട്ടിങ്ങനെ കേൾക്കുന്നില്ലല്ലോ. ഹലോ, ഇങ്ങോട്ട് പറയുന്നത് റിസപ്ഷൻ ഇല്ലാത്തതായ ചില മൊബൈൽ ഫോൺ പോലെയാ ഇന്ന് പലപ്പോഴും സഭകളെന്ന് പറയുന്നത്. അവരൊരുമിച്ച് കൂടുന്നുണ്ട്, അല്ലെങ്കിൽ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, പലപ്പോഴും ദൈവം പറയുന്നത്, ദൈവം ഇങ്ങോട്ട് പറയുന്നത് കേൾക്കുന്നില്ല എന്നുള്ളതായ ഒരു വിഷയം. ഈവൻ ഇൻ ഓൾഡ് ടെസ്റ്റമെന്റിലാണെങ്കിലും പുറപ്പാട് പുസ്തകം 33 അധ്യായത്തിൽ സമാഗമന കൂടാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് സാഹചര്യങ്ങൾ അറിയാം. അതായത് ഇസ്രായേൽ മക്കൾ പാപം ചെയ്തു, അവര് വിഗ്രഹാരാധന നടത്തി. ദൈവം മോശയോട് പറഞ്ഞു, ഇനി ഇവന്മാരെ കൊണ്ട് നടക്കാനൊന്നും എനിക്ക് വയ്യ, നീ ഇവന്മാരെ കൊണ്ട് പോക്കോ എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി ചൂടായിരിക്കുന്നു. അതാണ് 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. നീ കൊണ്ടുപോക്കോളാൻ, നീ കൊണ്ടുവന്ന ജനത്തെ നീ കൊണ്ടുപോക്കോളാൻ ഇല്ലേ, ഞാൻ അവർക്ക് വേണ്ടതൊക്കെ കൊടുത്തോളാം, അവിടെ ചെന്നാൽ അതൊക്കെ കൊടുത്തോളാം, എവിടെ പാലിന്തേനും ഒഴുകുന്ന ദേശമൊക്കെ അവർക്ക് കൊടുത്തോളാം, അവിടെ നിന്ന് ശത്രുക്കളെയൊക്കെ ഓടിച്ചു വിട്ടോളാം, പക്ഷെ ഞാൻ വരത്തില്ല. ഞാൻ വഴിയിൽ വെച്ച് അവരെ നശിപ്പിക്കാതിരിക്കാൻ, 3-ാമത്തെ വാക്യത്തിൽ, വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കയില്ല, നീ ദുശാഠ്യമുള്ള ജനമല്ല. ഇത് കേട്ടപ്പം നമ്മളായിരുന്നേ ചിലപ്പോൾ പറഞ്ഞ്, ഞാൻ ചിന്തിക്കുന്ന ചില ആളുകൾ വേണേൽ പറഞ്ഞേ, ഓ ദൈവം വരത്തില്ലെന്ന് പറഞ്ഞാലും പാലും തേനും ഒഴുകുന്ന ദേശം തരാമെന്ന് പറഞ്ഞല്ലോ. അത് തന്നെയല്ല, ശത്രുവിനെ സംഹരിക്കാൻ ദൂതനെ മുന്നേ അയക്കാമെന്നും പറഞ്ഞു. ഓ, ഈ ദൈവം എന്തൊരു നല്ല ദൈവമാണ്. പിന്നെ നമ്മുടെ കൂടെ ദൈവം വരത്തില്ലെന്നല്ല ഉള്ളോ, ദൂതനുണ്ടല്ലോ. ഇപ്പൊ എല്ലാവർക്കും ദൂതനാണല്ലോ അല്ലേ? ദൂതൻ 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 എന്നേ കേൾക്കാനുള്ളൂ. എടാ, ദൈവത്തെ വിളിക്ക്. ദൂതൻ വരുന്നോ ഇല്ലയോ എന്നുള്ളത് നോക്കി ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ബാംഗ്ലൂരൊക്കെ ഓരോന്നിനും ഓരോ ദൂതന്മാരെ വിടുമെന്നാ പറയുന്നത് അല്ലേ? ദൂതനാണോ വിഷയം? വാട്ട് വി നീഡ് ഈസ് ഗാഡ്. ദൂതനല്ല വിഷയം. കർത്താവ് നമ്മുടെ കൂടെ നടക്കണം, കർത്താവ് വരണം. കർത്താവ് പറഞ്ഞു, ഞാൻ വരത്തില്ല, ദൂതനെ അയക്കാമെന്ന് പറഞ്ഞു. 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു. ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ, എടാ, ഇത്രയും വിഗ്രഹാരാധനയൊക്കെ നടത്തിയ ഇസ്രായേൽ മക്കൾക്ക് മനസ്സിലായി ഈ വചനം ദോഷകരമായ വചനമാണെന്ന്. ഏത്? കർത്താവ് വരത്തില്ലെന്ന് പറഞ്ഞത്. മോശ ആകപ്പാടെ വിഷമിച്ചു. മോശ എന്ത് ചെയ്തു? മോശ, നമ്മൾ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, മോശ കൂടാരമെടുത്തു, പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരെ തളിച്ചു, അതിന് സമാഗമന കൂടാരം എന്ന് പേർ ഇട്ടു.
മോശ ഒരു കൂടാരം എടുത്ത് പാളയത്തിന് പുറത്ത്, പാളയത്തിൽ നിന്ന് ദൂരത്തടിച്ചെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാളയത്തിനകത്തോട്ട് കർത്താവിനെ കയറ്റാൻ പറ്റാത്തതുപോലെ പാളയം അശുദ്ധമായി പോയി. അതുകൊണ്ട് പാളയത്തിന് പുറത്ത്, പാളയത്തിന് ദൂരത്തടിച്ചു. അതിനൊരു പേരിട്ടു, സമാഗമന കൂടാരം. മലയാളം വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ്. ടെന്റ് ഓഫ് മീറ്റിംഗ് എന്നാണ് പറയുന്നത്, പക്ഷേ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾ കറക്റ്റായിട്ടിട്ട് എന്നറിയാമോ? സമാഗമന കൂടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമമായി ആഗമിച്ചെത്തുന്ന കൂടാരം, ടെന്റ് ഓഫ് മീറ്റിംഗ്. അതായത് അവിടെ എഴുതിയിരിക്കുന്നത്, താഴോട്ട് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് മോശ വരുന്ന കാര്യമെല്ലാം നമ്മൾ പറയുന്നുണ്ട്. എന്നാൽ അതിലുപരിയായിട്ട് യഹോവയെ അന്വേഷിക്കുന്നവനൊക്കെയും, അതാണ് അവിടെ കാണുന്ന ഒരു കാര്യം, യഹോവയെ അന്വേഷിക്കുന്നവനൊക്കെയും എന്ത് ചെയ്യും? ഈ കൂടാരത്തിലേക്ക് വരും. അവൻ എന്ത് ചെയ്യും? അവൻ്റെ പാളയത്തിൽ നിന്ന് ഇറങ്ങി മുന്നോട്ട് നടക്കും, സമാഗമന കൂടാരത്തിലേക്ക് നടക്കും. എന്നിട്ട് നമ്മുടെ കൂടാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ കൂടാരത്തിൽ നിന്നും ഇറങ്ങും. സമമായി രണ്ടുപേരും നടന്നു വരിക, രണ്ടുപേരും കൂടെ ആഗമിച്ചെത്തുന്ന സ്ഥലമാണ് ടെന്റ് ഓഫ് മീറ്റിംഗ്. അതായത് നമ്മളും ദൈവത്തെയും ദൈവം നമ്മളെയും കണ്ടുമുട്ടുന്ന ആ സ്ഥലം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു സമാഗമന കൂടാരത്തിൻ്റെ അനുഭവം ഉണ്ടാകണം. നമ്മൾ ഇരിക്കുന്നിടത്ത് നിന്ന് ഇറങ്ങണം. ദൈവം അവൻ്റെ കൂടാരത്തിൽ നിന്ന്, അവൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് നമ്മളെ കണ്ടുമുട്ടുന്ന ഒരു ടെന്റ് ഓഫ് മീറ്റിംഗ്, ഒരു സമാഗമന കൂടാരം. ആ സമാഗമന കൂടാരത്തിൻ്റെ മോശ കൂടാരത്തിൽ കിടക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാരവാതിൽക്കൽ നിൽക്കുകയും യഹോവ മോശയോട്, 9-ാമത്തെ വാക്യം, യഹോവ മോശയോട് സംസാരിക്കുകയും ചെയ്തു. യഹോവ മോശയോട് സംസാരിച്ചു. നോക്കുക, 11-ാം വാക്യത്തിൽ കാണുന്നത്, ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ദൈവം മോശയോട് സംസാരിച്ചു. മോശ ദൈവത്തോട് സംസാരിക്കുന്നത് ഒരു കാര്യം, പക്ഷേ ദൈവം മോശയോട് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നു. ഹല്ലേലൂയ. അതാണ് ടു വേ കമ്മ്യൂണിക്കേഷൻ എന്ന് ഞാൻ പറയാൻ കാര്യം. എപ്പോഴും ദൈവസന്നിധിയിൽ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ ദൈവത്തോട് സംസാരിക്കുകയും ദൈവം നമ്മളോട് സംസാരിക്കുകയും ചെയ്യുന്നതായ ഒരവസ്ഥ. അവിടെ വെച്ച് മോശ പറയുക 13-ാം വാക്യത്തിൽ, ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ, നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. എന്നിട്ട് മോശ പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ പോരുന്നില്ല. നേരത്തെ പറഞ്ഞതാ, നിന്റെ തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുതേ, പുറപ്പെടുവിക്കരുതേ എന്ന് പറയുന്നു. എന്നിട്ട് 14-ാം വാക്യത്തിൽ, അതിന് അവൻ, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. നമ്മൾ അന്ത്യോക്യ സഭയിൽ കാണുന്ന എന്താണ്? അവർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇറങ്ങി വന്ന് ദൈവം അവരോട് സംസാരിക്കുന്നതായ കാര്യമാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ കണ്ടത്. നമ്മൾ വായിച്ച വേദഭാഗത്ത് അത് കൃത്യമായിട്ട് കാണുന്നുണ്ട്. 2-ാമത്തെ വാക്യത്തിൽ, 13-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരുന്നപ്പോൾ ദൈവം അവരോട് സംസാരിച്ചു, ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ. കർത്താവ് സംസാരിക്കുകയാണ്. ടു വേ കമ്മ്യൂണിക്കേഷൻ. ഹോളി സ്പിരിറ്റ് സെഡ് ആൻഡ് ദ ചർച്ച് ഹേർഡ്. മാതൃകാ സഭയോട് ദൈവം സംസാരിക്കും, മാതൃകാ സഭ ദൈവം സംസാരിക്കുന്നത് കേൾക്കും. കൃത്യമായ സംസാരമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ. സെറ്റ് അപ്പാർട്ട് ഫോർ മീ. എനിക്കായിട്ട് എനിക്ക് വേർതിരിപ്പീൻ. അതായത് ആദ്യം ഒരു സുവിശേഷകനെ ദൈവം പറഞ്ഞുവിടാൻ, ഒരു മിഷണറിയെ പറഞ്ഞുവിടാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, അവനെ ദൈവം വേർതിരിക്കുന്നത് അവനായിട്ടാണ്. ദൈവം തനിക്കായിട്ട് വേർതിരിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി അവനെ ആക്കുന്നു. ഞാൻ വിളിച്ചിരിക്കുന്ന ആരാണ്? വിളിച്ചിരിക്കുന്നത് ഞാനാണെന്നാണ് കർത്താവ് പറയുന്നത്. ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് ശൗലിനെയും ബർന്നബാസിനെയും
എനിക്കായിട്ട് ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ വേർതിരിപ്പീൻ. ചർച്ചിനോടാണ് പറയുന്നത്. അവരെ വിളിക്കാം, പക്ഷേ ദൈവം എപ്പോഴും പ്രവർത്തിക്കുന്നത് ഒരു ചർച്ചിനോട് ബന്ധപ്പെട്ടാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരു ചർച്ചിനോട് ബന്ധപ്പെട്ടാണ് ദൈവം എപ്പോഴും ഇടപെടുന്നത്. പിന്നെ ചർച്ച് അത് ഏറ്റെടുത്തില്ലെങ്കിൽ ചിലപ്പം വ്യക്തിപരമായി വിളിച്ചെന്നൊക്കെ ഇരിക്കും. പക്ഷേ നോർമൽ വേയിൽ നമുക്കൊക്കെ ഒരു സഭയുമായി ബന്ധമുണ്ടായിരിക്കണം. ആ സഭ ദൈവത്തിൽ നിന്ന് കേൾക്കണം. പൗലോസും ബർന്നബാസും മാത്രം കേട്ടാൽ പോരാ, സഭ കേൾക്കണം. ആ സഭ ഒരു മാതൃകാ സഭയാണെങ്കിൽ ആ ദൈവ ശബ്ദം കേട്ട് അവരെ പറഞ്ഞയക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ വിളിച്ചിരിക്കുന്നതായ വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പി. ദൈവസഭ ഒരു മാതൃകാ സഭ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. ദൈവം പറഞ്ഞു അവരെ എനിക്കായിട്ട് വേർതിരിപ്പീൻ. അപ്പം മാതൃകാ സഭ എന്ത് ചെയ്തു? ഒരു കമ്മിറ്റി ഉണ്ടാക്കിയില്ല. നമുക്ക് ദൈവം ഇങ്ങനൊരു കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനും ഇവരുടെ കാര്യങ്ങളൊക്കെ തിരക്കാൻ നമുക്കൊരു കമ്മിറ്റിയെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞില്ല. പകരം അവരെന്ത് ചെയ്തു? പിന്നെയും പോയിരുന്നു പ്രാർത്ഥിച്ചു. അതല്ലേ ഇവിടെ കാണുന്നത്. കമ്മിറ്റി ഉണ്ടാക്കുകയല്ല, പിന്നെയും പോയിരുന്ന് പ്രാർത്ഥിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത്, അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. കാര്യം, ഈ തീരുമാനം കമ്മിറ്റിയുടെ തീരുമാനമല്ല. ഇവരെ അയക്കുക എന്ന് പറയുന്നത് കമ്മിറ്റിയുടെ തീരുമാനമല്ല. ഇന്നിപ്പോ എല്ലാം കമ്മിറ്റി. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ദൈവം പറഞ്ഞത് ദൈവസഭ കേട്ടു. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുന്ന സഭ, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിന് കാതോർത്ത് അത് അനുസരിക്കുന്നതായ സഭ, അതാണ് അന്ത്യോക്യ സഭ. അന്ത്യോക്യ സഭ ഒരു മാതൃകാ സഭയാകുന്നതിൻ്റെ കാരണം അതാണ്. they heard the voice of the Holy Spirit and they obeyed the Holy Spirit. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവെക്കുന്നത് സഭയാണ്. അതിന് സംശയമൊന്നുമില്ല. സഭ കൈവെക്കുന്നതിനകത്ത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, പറഞ്ഞയക്കുന്നത് ആരാണ്? ഇറ്റ് ഈസ് ഗാഡ്. ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നാണ് നമ്മളവിടെ മനസ്സിലാക്കുന്നത്. പറഞ്ഞയക്കുന്നത് പരിശുദ്ധാത്മാവാണ്. 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നതാണ്, പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട്. അതായത് ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ട് അനുസരിക്കുന്നതായ അന്ത്യോക്യയിലെ സഭ ഇവരെ കൈവച്ച് വേർതിരിച്ചു. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞത് കേട്ടിട്ടാണ്, അല്ലാതെ കമ്മിറ്റിയുടെ തീരുമാനമല്ല. എന്നാൽ അങ്ങനെ അവരെ പറഞ്ഞു വിട്ടപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. അവർ സെലൂക്കിയിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. അപ്പോൾ മാതൃകാ സഭയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന സഭയായിരുന്നു. അവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന സഭയായിരുന്നു എന്ന് തന്നെയല്ല, ദൈവശബ്ദം കേട്ട് അനുസരിക്കുന്ന സഭയായിരുന്നു. അനുസരിച്ച് അവർ മിഷനു വേണ്ടി ആളുകളെ വേർതിരിച്ച സഭയായിരുന്നു. അവരെ പറഞ്ഞയച്ച, ഇറ്റ് ഈസ് എ സെൻഡിങ് ചർച്ച്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വളരെ പഠിക്കാനുണ്ട്. ഇറ്റ് വാസ് എ സെൻഡിങ് ചർച്ച്. പറഞ്ഞയക്കുന്ന സഭയായിരുന്നു. മിഷണറിമാരെ പറഞ്ഞയക്കുന്ന, അവരുടെ ഇഷ്ടമനുസരിച്ചല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞപ്പോൾ അവരെ പറഞ്ഞയച്ച സഭ. മിഷണറിമാരെ അയക്കുന്ന സഭയായിരിക്കണം നമ്മുടെ സഭകൾ. അത് ഇന്ന് ശരിയായ നിലയിൽ ഇപ്പം ദൈവശബ്ദം കേട്ട് പോകുന്നവർ ഒത്തിരി പേരുണ്ട്, പോകുന്നവരെ അയക്കുന്നവർ എത്ര പേരുണ്ട്? അതാണൊരു ചോദ്യം. നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ 10-ാം അധ്യായത്തിൽ 13 മുതലുള്ള വാക്യങ്ങൾ അവിടെ നമ്മൾ കാണുന്നത്, കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നോക്കുക, ആ ഒരു പ്രോസസ്സ് നോക്കിക്കേ. ആര് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചാലും രക്ഷിക്കപ്പെടും. പക്ഷേ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും?
ഈ ലോകത്തിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഈ ലോകത്തിൽ ആര് യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചാലും രക്ഷിക്കപ്പെടും. പക്ഷേ വിളിച്ചപേക്ഷിക്കണമെങ്കിൽ അവരൊന്ന് മനസ്സിലാക്കണമല്ലോ, അറിയണമല്ലോ, സുവിശേഷം കേൾക്കണമല്ലോ. അവരെങ്ങനെ സുവിശേഷം കേൾക്കും? ആരും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? അതേപോലെ പറയുന്ന കാര്യമാണ് പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും. അതിനോട് ചേർന്ന് പറയുന്ന കാര്യമാണ് ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും. അപ്പോൾ സഭകൾ എന്ത് ചെയ്യണം? സഭകൾ മിഷനറീസിനെ പറഞ്ഞയക്കുന്ന സഭയായിരിക്കണം. പറഞ്ഞയക്കുന്ന സഭ. ഹൗ ഷാൽ ദേ പ്രീച്ച് എക്സെപ്റ്റ് ദേ ബി സെന്റ്? പറഞ്ഞയക്കുന്ന സഭ. ഇന്നത്തെ ഒരു പ്രത്യേകത, ദൈവം വിളിക്കുമ്പോൾ ചിലരൊക്കെ പോകുന്നുണ്ട്. വിളിക്കുമ്പോൾ പറഞ്ഞയച്ചതൊന്നുമല്ല, പോകുന്നുണ്ട്. എന്നാൽ സഭയ്ക്ക് അയക്കുക എന്ന ചുമതലയുണ്ട് എന്നാണ് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നിപ്പോ ഈ പറയുന്നത് പോലെയുള്ള സഭ ഇതിനകത്ത് ഇൻട്രസ്റ്റ് എടുക്കുന്ന ഒരു കാര്യം പോലും ഇല്ല. ഇതിനെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ പോലുമില്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഏത് യൂത്ത് മീറ്റിംഗ് നടന്നാലും, PYPയോ ICPFന്റെ ഏത് മീറ്റിംഗ് നടത്തിയാലും അതിനകത്ത് ഒരു മിഷൻ ചലഞ്ച് എന്ന് പറഞ്ഞുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ പക്ഷേ സിംഗിങ് ആൻഡ് പിന്നെ കുറച്ച് പോസിറ്റീവ് തിങ്കിങ്ങിനുള്ള മെസ്സേജസും, ഏറ്റവും കൂടിയാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ മുമ്പേ പറഞ്ഞ പോലെ ദൂതൻ ഇറങ്ങി വരും, നിനക്ക് പൈസായും കൊണ്ടുവരും എന്നൊക്കെ പറയുന്ന കുറച്ച് പ്രസംഗങ്ങളും, നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഒരു ഭാരം ജനങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രസംഗങ്ങൾ പോലും ഇന്ന് ഇല്ല. അതിനുവേണ്ടി ആളുകളെ ഒരുക്കുന്നില്ല. പ്രസംഗിക്കാതെ ആളുകൾ എങ്ങനെ രക്ഷിക്കപ്പെടും? ഈ ജനങ്ങൾ രക്ഷിക്കപ്പെടണ്ടേ? അതിന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത്? സുവിശേഷം അറിയിക്കണം. സുവിശേഷം അറിയിക്കണമെങ്കിൽ ആരെങ്കിലും ചെന്ന് പ്രസംഗിക്കണം. ആരെങ്കിലും പ്രസംഗിക്കണമെങ്കിൽ സഭ അതിൻ്റെ പിന്നിലുണ്ടായിരിക്കണം. സഭ അതിൻ്റെ പിന്നിലുണ്ടായിരിക്കണം. അന്ത്യോക്യ സഭയുടെ പ്രത്യേകത അതാണ്. ഇന്നിപ്പോ സഭ കൂടുതലും ഇൻട്രസ്റ്റ് എടുത്തിരിക്കുന്നത് എങ്ങനെങ്കിലും സഭയിൽ പണം ഉണ്ടാക്കാനും സഭയ്ക്ക് വലിയ കെട്ടിടം പണിയാനുമാണ്. ആഫ്രിക്കയിലൊക്കെ എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട. ഏത് സഭയുടെയും അല്ലെങ്കിൽ ഏത് പാസ്റ്ററുടെയും ആഗ്രഹം എന്നറിയാമോ? വലിയ വലിയ കെട്ടിടങ്ങൾ പണിയുക. ഞാനൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കെട്ടിടം ഉണ്ട്. അവിടെ ഒരു 100 പേർക്ക് ഇരിക്കാവുന്ന, 100-150 പേർക്ക് ഇരിക്കാവുന്ന ഒരു കെട്ടിടമുണ്ട്. 100 പേർക്ക് ഇരിക്കാവുന്ന കെട്ടിടമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ വേറൊരു കെട്ടിടം പണിയുകയാണ്, അത് 1000 പേർക്ക് ഇരിക്കാവുന്ന കെട്ടിടമാണ്. അപ്പം ഞാൻ പറഞ്ഞു എത്ര പേര് ആരാധനയ്ക്ക് വരുന്നുണ്ട്? 30 പേര് വരുന്നുണ്ടെന്ന്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, തമാശ പറഞ്ഞതല്ല, നടന്ന കാര്യമാണ്. കെട്ടിടം പണിയുക എന്നുള്ളത് അവിടുത്തെ പാസ്റ്റർമാരുടെ വലിയ ഒരു ഇത്. കാര്യം അവിടെ വലിയ പാസ്റ്റർ എന്ന് പറയുന്നത് കൂടുതൽ ആളുകളുള്ള പാസ്റ്ററല്ല, ഏറ്റവും വലിയ കെട്ടിടമുള്ള പാസ്റ്ററെയാണ് അവർ വലിയ പാസ്റ്റർ എന്ന് പറയുന്നത്. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ പാസ്റ്റേഴ്സിൻ്റെ ഒരു മീറ്റിങ്ങിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ക്യാപ്റ്റൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട്, ഒരു പാസ്റ്റർ വന്നിട്ട് പറഞ്ഞു, മിഷനറിയോട് പറയണം ഞങ്ങൾക്കൊരു സഭ പണിയാൻ, ഹോള് പണിയാൻ സഹായിക്കാൻ പറയണം. ക്യാപ്റ്റൻ പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല, എങ്കിലും ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഇരിക്കാനുള്ള ഹോളാണ് വേണ്ടേ? ഒരു 200 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഹോള് പണിയണം. എന്നാൽ ക്യാപ്റ്റൻ ചോദിച്ചു ഇപ്പം എത്ര പേരുണ്ട് ആരാധനയ്ക്ക്? ഏകദേശം 10 പേര് വരുന്നുണ്ടെന്ന്. അത് തന്നെ ഉണ്ടോയെന്നുള്ളത് അറിയത്തില്ല. പ്രിയമുള്ളവരെ, കെട്ടിടം പണിത് കൂട്ടാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. സഭയുണ്ടെങ്കിൽ കെട്ടിടം പണിതാൽ കുഴപ്പമൊന്നുമില്ല. 500 പേരെ ആരാധിക്കാൻ അല്ലെങ്കിൽ 100 പേരെ ആരാധിക്കാനുണ്ടെങ്കിൽ നമ്മളൊരു കെട്ടിടം പണിത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് ദൈവരാജ്യം പണിയാനാ, കെട്ടിടം പണിയാനല്ല. എന്ത് ദൈവരാജ്യം? യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം ജനങ്ങളിൽ എത്തണം. അന്ത്യോക്യയിലെ സഭയിൽ ഇത്രയും ആളുകളുണ്ടായിട്ട് അവർ കെട്ടിടം പണിതായിട്ട് അവിടെ കാണുന്നില്ല. കെട്ടിടം പണിയുന്നതിന് ഞാൻ എതിരൊന്നും പറയല്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം അവർ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മിഷണറിമാരെ പറഞ്ഞയച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുവാൻ കഴിയുന്നത്. ഇനി അപ്പോസ്തല പ്രവൃത്തികളിൽ തന്നെ അവരെക്കുറിച്ച് വായിക്കുമ്പോൾ അവിടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണ്? അവര് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, സലമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു.
പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കിയിലേക്ക് പോയി. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. സലമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. അവർ ദൈവവചനം പ്രൊക്ലെയിം ചെയ്തെന്ന് എഴുതിയിരിക്കുന്നത്. ദേ വർ പ്രൊക്ലെയിമിങ്. അപ്പൊ ഇവർക്ക് കിട്ടിയ കമ്മീഷനിങ് എന്തിനു വേണ്ടിയുള്ളൂ? ഇവരുടെ മേൽ കൈവച്ച് പറഞ്ഞയച്ചത് എന്തിനു വേണ്ടിയാ? പ്രൊക്ലെയിം ചെയ്യാനാ, പ്രഘോഷിക്കുവാൻ വേണ്ടിയാണ്. പ്രഘോഷിക്കുവാൻ. ഈ അന്ത്യോക്യ സഭയെക്കുറിച്ച് തന്നെ ആലോചിച്ചു കഴിഞ്ഞാൽ ഈ പ്രൊക്ലമേഷൻ അവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നെന്നാണ് നമ്മൾ 11-ാം അധ്യായത്തിൽ തന്നെ കാണുന്നുണ്ട്. 11-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതാണല്ലോ. അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അവര് യഹൂദന്മാരോടല്ലാതെ മറ്റവരോടും വചനം പ്രസംഗിക്കാതെ ഫെയ്നിക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ സ്ഥലങ്ങളോളം സഞ്ചരിച്ചു. അവരെന്ത് ചെയ്തു? അന്ത്യോക്യയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ യവനന്മാരോടും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. എന്നിട്ട് 21-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. അവരെക്കുറിച്ചുള്ള വർത്തമാനം യെരുശലേമിലെ സഭയിൽ എത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അവിടത്തോളം അയച്ചു. നോക്കുക, അവര് ഈ ആന്റിയോക്കൻ ചർച്ച് ഒരു പ്രൊക്ലെയിമിംഗ് ചർച്ചായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. വീണ്ടും നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിൽ 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ബർന്നബാസ് വരുന്നു, അതിനുശേഷം പൗലോസ്, ശൗല് വരുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് അവർ ഒരു സംവത്സരം, 26-ാമത്തെ വാക്യത്തിൽ, അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. they were proclaiming. ബഹുജനത്തെ, പുറത്തുള്ള ജനങ്ങളെ അവർ പ്രൊക്ലെയിം ചെയ്യുന്നതാ നമ്മൾ കാണുന്നത്. പ്രൊക്ലമേഷൻ സഭയുടെ ഒരു ചുമതലയാണ് ഇത്. പൗലോസും ബർന്നബാസും പോയി കഴിഞ്ഞുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. പൗലോസും ബർന്നബാസും അന്ത്യോക്യയിലെ സഭയിലായിരുന്നപ്പോൾ തന്നെ സഭ പ്രൊക്ലെയിം ചെയ്തെന്ന്. പ്രൊക്ലെയിം ചെയ്യാനാണ്, പ്രഘോഷിക്കുവാനാണ് പൗലോസിനെയും ബർന്നബാസിനെയും പറഞ്ഞയച്ചത്. പക്ഷെ ആ സഭയും ഒരു പ്രൊക്ലെയിമിംഗ് ചർച്ചായിരുന്നു, പ്രഘോഷിക്കുന്ന സഭയായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഇന്നത്തെ ഒരു വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, നമ്മൾ പറയും നമ്മൾ എപ്പിസ്കോപ്പൽ സഭകളൊക്കെ വിട്ടിട്ട് പോകുന്നു എന്ന്. നമ്മൾ എപ്പിസ്കോപ്പൽ സഭകളല്ല എന്ന് പറയും. പക്ഷെ എപ്പിസ്കോപ്പസിയുടെ ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് കുപ്പായമൊന്നുമല്ല. എപ്പിസ്കോപ്പസിയുടെ പ്രശ്നമായിട്ട് ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എപ്പിസ്കോപ്പൽ സഭകളിൽ ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഒരാളെ ആക്കിയിട്ടുണ്ട്, അങ്ങേർക്ക് ശമ്പളം കൊടുക്കുന്നു. ആ ശമ്പളം കൊടുക്കുന്നതല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, സുവിശേഷം പറയണമെങ്കിലും അവർ പറഞ്ഞോണം. നമ്മൾ സുവിശേഷം പറയാനായിട്ട്, അതായത് ഇതിപ്പം ഇന്നത്തെ നമ്മൾ വേർപെട്ട സഭകളിലും വന്നിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ചിലർ പറയുന്നത് എന്നറിയാമോ? സുവിശേഷം പറയാനൊക്കെ ഞങ്ങൾ പാസ്റ്ററെ ആക്കിയിട്ടുണ്ട്. അങ്ങേര് പറഞ്ഞോളും, നിന്റെ ജോലിയല്ല. എൻ്റെ ജോലി ഞായറാഴ്ചകളിൽ വരിക, സ്വോത്രകാഴ്ച ഇടുക, പാട്ടുപാടി വീട്ടിൽ പോവുക, അല്ലാതെ തന്നെ അല്ല. പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത് സഭയിലെ എല്ലാ വ്യക്തികളും ചെയ്യേണ്ടതായ കാര്യമാണ്. എല്ലാ വ്യക്തികളും ചെയ്യേണ്ട കാര്യമാണ് പ്രൊക്ലമേഷൻ. സഭ നടത്താൻ നമ്മളൊരു പാസ്റ്ററെ ആക്കിയിട്ടുണ്ട്, പക്ഷെ പ്രൊക്ലെയിം ചെയ്യേണ്ടത് എല്ലാവരുമാണ്. ഹല്ലേലൂയ. ഒരു ദൈവദാസൻ പറഞ്ഞൊരു വാചകമുണ്ട്, വേൾഡ് ഇവാഞ്ചലൈസേഷൻ ഒരു യാഥാർത്ഥ്യമാകണമെങ്കിൽ, ലോക സുവിശേഷീകരണം ഒരു യാഥാർത്ഥ്യമാകണമെങ്കിൽ, the whole church should take the whole gospel to the whole world. മുഴുവൻ സഭയും മുഴുവൻ സുവിശേഷവും എടുത്ത് മുഴുവൻ ലോകത്തിലേക്കും പോകുമ്പോഴാണ് സുവിശേഷീകരണം യാഥാർത്ഥ്യമാകുന്നത്. അതുകൊണ്ട് അന്ത്യോക്യയിലെ സഭ എന്ന് പറയുന്നത് ഒരു പ്രൊക്ലെയിമിംഗ് ചർച്ചായിരുന്നു. പ്രൊക്ലെയിമിംഗ് ചർച്ച് ഇപ്പോഴെന്ത് ചെയ്യുന്നു? സെൻഡിങ് ചർച്ചായിരിക്കുന്നു. പ്രഘോഷിക്കുന്ന സഭ ഇപ്പോൾ അയക്കുന്ന സഭ ആയിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് അന്ത്യോക്യ സഭയുടെ പ്രത്യേകതയായിട്ട്. അങ്ങനെ അന്ത്യോക്യയിലെ സഭ പൗലോസിനെയും ബർന്നബാസിനെയും പറഞ്ഞയച്ചു. അവര് പറഞ്ഞയച്ച് അവരും ചെയ്യുന്നത് എന്താണ്? പ്രൊക്ലമേഷന്. അവർ പോകുകയാണ്. അവർ പല സ്ഥലങ്ങളിലേക്ക് പോയി സുവിശേഷം പ്രൊക്ലെയിം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു മാതൃകാ സഭ ഒരു പ്രൊക്ലെയിമിംഗ് ചർച്ചായിരിക്കും, പ്രഘോഷിക്കുന്ന സഭയായിരിക്കും. അതേപോലെ ഒരു മാതൃകാ സഭ സെൻഡിങ് ചർച്ചായിരിക്കും, അയക്കുന്ന സഭയായിരിക്കും.
സുവിശേഷീകരണത്തെക്കുറിച്ചുള്ള വലിയ ഒരു ബേർഡൻ മാതൃകാ സഭയ്ക്കുണ്ട്. അവരെ പറഞ്ഞയച്ചിട്ടെന്നാ പറയുന്നത്. പറഞ്ഞയച്ചിട്ട് എന്ന് തന്നെയല്ല, അവരുമായിട്ടൊരു റിലേഷൻ സൂക്ഷിക്കുന്നുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കണം. ഇവർ പറഞ്ഞയച്ച ശൗലും ബർന്നബാസും അവരോട് ഒരു റിലേഷൻ അവർ സൂക്ഷിക്കുന്നുണ്ട്. ഈ അപ്പോസ്തലപ്രവൃത്തിയുടെ 14-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 25 മുതലുള്ള വാക്യം നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? അതിന് മുമ്പുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ വായിക്കുന്നത് മനസ്സിലാകുന്നത് പൗലോസും ബർന്നബാസും പോയി സുവിശേഷം അറിയിച്ചു, സഭകളൊക്കെ സ്ഥാപിതമായി. ഈ സഭകൾ സ്ഥാപിതമായതിന് ശേഷം നമ്മൾ അവർ തിരിച്ചു വരികയാണ്. 24-ാമത്തെ വാക്യത്തിൽ അവർ പിസിദ്യയിൽ കൂടെ കടന്ന് പംഫുല്യയിലെത്തി, പെർഗയിൽ വചനം പ്രസംഗിച്ച ശേഷം അത്തല്യയ്ക്ക് പോയി, അവിടെ നിന്ന് കപ്പൽ കയറി അന്ത്യോക്യയിലേക്ക് പോയി. തങ്ങൾ നിവർത്തിച്ച വേലയ്ക്കായി ദൈവകൃപയിൽ അവരെ ഭരമേൽപ്പിച്ച് അയച്ചത് അവിടെ നിന്ന് ആയിരുന്നുവല്ലോ. അപ്പോൾ അന്ത്യോക്യ സഭയാണ് അവരെ പറഞ്ഞയച്ചത്. പോയി സുവിശേഷമൊക്കെ അറിയിച്ചിട്ട് ഈ മിഷണറിമാർ എന്ത് ചെയ്തെന്നറിയാമോ? തിരിച്ച് ഈ സഭയിൽ തന്നെ വന്നു. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിഷണറിമാർക്കും ഇതുപോലുള്ള ബന്ധമൊന്നുമില്ല. അവരെ പറഞ്ഞു വിട്ട സഭയിൽ ഉള്ളവരോട് പോലും ആൾക്കാർക്ക് ഒരു ബന്ധം സൂക്ഷിക്കാത്ത, ഐ ആം സോറി ടു സേ, പല മിഷണറിമാരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും അവരെ പറഞ്ഞയച്ചതുമായ സഭയുമായി ഒരു ബന്ധം സൂക്ഷിക്കുന്നില്ല. ഞാൻ എൻ്റെ മിഷണറിമാരോടെല്ലാം പറയും, നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്നവരാണെങ്കിൽ, ബാക്കിയുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് കേരളത്തിലെ നിങ്ങളുടെ സഭയുമായിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കണം. കാരണം നിങ്ങളെ പ്രാർത്ഥിച്ച് പറഞ്ഞയച്ചതായ സഭയുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധമുണ്ടായിരിക്കണം. ചെന്ന് അവരോടൊന്ന് അറിയിക്കുക എന്തൊക്കെയാ സംഭവിച്ചതെന്ന്. അത് അവർക്ക് വീണ്ടും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാനിടയാക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു അക്കൗണ്ടബിലിറ്റി ആവശ്യമാണ്. 28-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, പിന്നെ അവൻ ശിഷ്യന്മാരോടുകൂടെ കുറെ കാലം അവിടെ പാർത്തു എന്നാണ്. അവർ ശിഷ്യന്മാരോടുകൂടെ കുറെ കാലം അവിടെ പാർത്തു. എവിടെ? അന്ത്യോക്യയിൽ താമസിച്ചു. അപ്പൊ ഈ സഭയും മിഷണറിമാരുമായിട്ടുള്ള റിലേഷൻ, കൃത്യമായൊരു റിലേഷൻ ഉണ്ടായിരുന്നു. അതാണ് അന്ത്യോക്യ സഭയുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരു മാതൃകാ സഭയാണ് അന്ത്യോക്യയിലെ സഭ. ആ സഭയെക്കുറിച്ച് നമ്മൾ കണ്ടു, ഒത്തിരി കാര്യങ്ങൾ കണ്ടു. അതിനകത്ത് നമ്മൾ ഒരു പ്രധാന കാര്യം നമ്മൾ കണ്ടത് എന്താണ്? അവര് ദൈവ സന്നിധിയിൽ, അന്ത്യോക്യൻ ചർച്ച്, അവര് സമൂഹത്തിലെ എല്ലാ ജനങ്ങളുമായിട്ടും നല്ല ബന്ധം അല്ലെങ്കിൽ അവർ തമ്മിൽ, അവിടുത്തെ സഭയിൽ നമ്മൾ കാണുന്ന എല്ലാ തലത്തിലുമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ ഒരു വേർതിരിവില്ലായിരുന്നു. ഒരു മാതൃകാ സഭയിൽ നമ്മൾ പറയുന്നത് പോലെ യാതൊരു രീതിയിലുള്ള വേർതിരിവും, അവിടെ കമ്മിറ്റിയും കാര്യങ്ങളും ഒന്നുമല്ല ഉണ്ടായിരുന്നത്. വലിയ ആളുകളും ചെറിയ ആളുകളും അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അവരെല്ലാവരും ഒരുപോലെയുള്ളവരായിരുന്നു. ദാസനും യജമാനനും എന്നുള്ള വ്യത്യാസം അവർക്കില്ലായിരുന്നു. എല്ലാവരും ഒരുപോലെയായിരുന്നു. ധനികനും ദരിദ്രനും എന്ന് പറയുന്ന വ്യത്യാസമില്ലായിരുന്നു. ജാതികളുടെ വ്യത്യാസമില്ലായിരുന്നു. എല്ലാവരും ഒരുപോലെയുള്ള കാര്യം, ഒരുപോലെയുള്ള സഭ. അതാണ് മാതൃകാ സഭയുടെ ഒരു വലിയ പ്രത്യേകത. എന്ന് തന്നെയല്ല, ആ സഭയിൽ എല്ലാ തരത്തിലുള്ള ആളുകളും തുല്യരായിട്ട് അവര് കാണുന്നതാണ് നമ്മൾ കാണുന്നത്. അവർക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാം ഒന്നാണ് എന്നുള്ള ബോധ്യം. വ്യത്യസ്ത ശുശ്രൂഷകൾ ചെയ്യുന്നവർ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. വ്യത്യസ്തമായ ശുശ്രൂഷകൾ, പ്രോഫറ്റ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. ഒരു സഭയിൽ പല വിധത്തിലുള്ള ശുശ്രൂഷകളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. സഭയ്ക്കൊരു ഇടയനുണ്ടാവും, പക്ഷേ സഭയിലെ ശുശ്രൂഷകൾ വ്യത്യസ്തമായ ആളുകൾ ഉണ്ടാകും. അത് കർത്താവ് അവർക്ക് നൽകുന്നതാണ്. മാതൃകാ സഭയായ അന്ത്യോക്യ സഭയുടെ മറ്റൊരു പ്രത്യേകത, അവരെ ഒരുമിച്ചുകൂടി കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരുന്നു. മാതൃകാ സഭയിൽ ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്. ഇതൊക്കെ ഉള്ള സഭകളാണ് മാതൃകാ സഭ. അല്ലാതെ ഞായറാഴ്ച വന്നൊരു ആരാധന കൂടിയിട്ട് മടങ്ങിപ്പോവുകയല്ല. ഒരുമിച്ച് കൂടിയിരുന്ന് അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിച്ചു. അപ്പോഴെന്താ സംഭവിക്കുന്നത്? ഇവർ ദൈവത്തോട് സംസാരിക്കുകയും ദൈവം അവരോട് സംസാരിക്കുകയും ചെയ്തു.
ഒരു 2-way കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ സഭകളിലൊക്കെ ദൈവം സംസാരിക്കുന്ന ശബ്ദം കേൾക്കാൻ നമുക്ക് കഴിയണം. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മോശയോട് ദൈവം ഒരു സ്നേഹിതനോട് എന്നതുപോലെ സംസാരിച്ചു. അതുപോലെ നമ്മളോട് ദൈവം ഒരു സ്നേഹിതനോട് എന്നതുപോലെ സംസാരിക്കുന്നത് നമ്മൾ കാണണം. അങ്ങനെ സംസാരിച്ചത് ദൈവം സഭയോട് പറയുകയാണ്, സെറ്റ് അപ്പാർട്ട് ഫോർ മീ, എനിക്ക് വേണ്ടി നിങ്ങൾ വേർതിരിക്ക്. ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി ബർന്നബാസിനെയും ശൗലിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ. ദൈവശബ്ദം കേട്ടു, അവർ വേർതിരിച്ചു. കമ്മിറ്റിയൊന്നും കൂടിയില്ല. കർത്താവ് പറഞ്ഞനുസരിച്ച് അവർ പിന്നെയും ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ അവർ കർത്താവിനെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു, അവരെ പറഞ്ഞയച്ചു. അതും ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമാണ്. മാതൃകാ സഭയാണ്. അങ്ങനെ അവരെ പറഞ്ഞയച്ചു. എന്നാൽ പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചെന്ന അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നത്. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചു. ആ സഭ അവര് ഉപവസിച്ച് പ്രാർത്ഥിച്ച്, ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, പിന്നീടുള്ള അവരുടെ സമയം മുഴുവൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അവർ പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഇറ്റ് വാസ് എ സെൻഡിങ് ചർച്ച്. ഓൾറെഡി നമ്മൾ കണ്ടു, അന്ത്യോക്യ സഭ ഒരു പ്രഘോഷണപരമായി പ്രഘോഷിക്കുന്ന ഒരു സഭയായിരുന്നു. സുവിശേഷം അറിയിക്കുന്ന ഒരു സഭയായിരുന്നു. സുവിശേഷം അറിയിക്കാൻ മിഷണറിമാരെ അയക്കുന്ന സഭയായിരുന്നു. അവർ തമ്മിൽ നല്ല റിലേഷൻ സൂക്ഷിച്ചു എന്നാണ് പിന്നീട് നമ്മൾ കാണുന്നത്. എല്ലാം കഴിഞ്ഞ് എല്ലായിടത്തും സുവിശേഷമൊക്കെ അറിയിച്ച് എല്ലായിടത്തും സഭകളാക്കി, സഭകൾ തോറും മൂപ്പന്മാരെ ആക്കി എന്ന് എഴുതിയിരിക്കുന്നത്. മൂപ്പന്മാരെ ആക്കിയിട്ട് ഇവരെന്ത് ചെയ്തു? പിന്നെയും തിരിച്ച് അന്ത്യോക്യയിൽ തന്നെ വന്നു. അങ്ങനെ അന്ത്യോക്യയിൽ തന്നെ വന്ന് അവിടെ വീണ്ടും സമയം ചെലവഴിക്കുകയാണ്. സഭയുമായുള്ള ബന്ധം സൂക്ഷിക്കുന്ന മിഷണറിമാര്. മാതൃകാ സഭയാണെങ്കിൽ അങ്ങനെയാണ്. സഭയുമായുള്ള ബന്ധം സൂക്ഷിക്കുന്നു, സഭ അവരുമായിട്ടുള്ള ബന്ധവും സൂക്ഷിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് അവരവിടെ കഴിയുന്നെന്ന് അവിടെ എഴുതിയിരിക്കുന്നത് 27-ാമത്തെ വാക്യത്തിൽ, 14-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ അവിടെ എത്തിയ ശേഷം സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തതും അവരെ അറിയിച്ചു. ഇപ്പം മിഷണറിമാര് സഭയോട് അക്കൗണ്ടബിൾ ആയിരുന്നു. അവർ എന്ന് പറഞ്ഞു, ഇതൊക്കെയാണ് സംഭവിച്ചത്, നിങ്ങൾ ഞങ്ങളെ പറഞ്ഞയച്ചല്ലോ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട്, ഇതൊക്കെയാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് അതൊക്കെ അറിയിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരോട് കൂടെ കുറെ കാലം അവിടെ പാർത്തു. എന്നാൽ ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 15-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് യഹൂദ്യയിൽ നിന്ന് ചിലർ വന്നു, നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. അങ്ങനെ പഴയ പാർട്ടികളുണ്ടല്ലോ, യഹൂദന്മാരോട് മാത്രം സുവിശേഷം അറിയിക്കുന്ന പാർട്ടികൾ, വേറെ ആരെയും വേണ്ടാന്ന് പറയുന്ന ആളുകൾ, അവരിവിടെയും വന്നു. ഇവിടെയും വന്ന് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ 2-ാമത്തെ വാക്യത്തിൽ പൗലോസിനും ബർന്നബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർന്നബാസും അവരിൽ മറ്റു ചിലരും ഈ തർക്കസംഗതിയെപ്പറ്റി യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണം എന്ന് കൽപ്പിച്ചു. ദുരുപദേശം പ്രസംഗിച്ചുകൊണ്ട് വരുന്ന ആളുകളൊക്കെ ഉണ്ടാകും. പക്ഷെ അവര് യെരുശലേം സഭയിൽ നിന്നും വന്നവരായതുകൊണ്ട് ഇവര് നല്ല റിലേഷൻ, അതായത് ഈ അന്ത്യോക്യയിലെ സഭയ്ക്ക് യെരുശലേമിലെ സഭയുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് യെരുശലേമിലെ സഭയിലേക്ക് പോകാം. നേരത്തെ യെരുശലേമിലെ സഭയ്ക്ക് ക്ഷാമം ഉണ്ടായപ്പം അവരെ പോയി സഹായിച്ച്, ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു നല്ല റിലേഷൻ. അത് സഹായിച്ചത് കൊണ്ടല്ല, അല്ലെങ്കിലും യെരുശലേമിൽ നിന്നാണല്ലോ ആദ്യം ആളുകളൊക്കെ ഇവിടെ വന്നത്. ആ റിലേഷൻ ഉണ്ടായിരുന്നു. ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട് യെരുശലേമിലെ സഭയിലേക്ക് പോകാൻ ഇവർക്ക് എന്തുകൊണ്ടാണ് ധൈര്യം ഉണ്ടായത്? നമുക്ക് പോയി പറയാം എന്ന് പറയാൻ കാര്യം അത്രയ്ക്ക് നല്ല റിലേഷൻ അവർക്കുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ കാണുന്നത് 3-ാമത്തെ വാക്യത്തിൽ സഭ അവരെ അയച്ചിട്ട് അവർ ഫെനീക്കയിലും ശമരിയയിലും കൂടി കടന്ന് ജാതികളുടെ മാനസാന്തരം അറിയിച്ച് സഹോദരന്മാർക്ക് സന്തോഷം വരുത്തി. അതായത് യെരുശലേമിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ സഭ പറഞ്ഞു, പോ, നിങ്ങൾ ചെന്ന് പറ, കാര്യം നമുക്ക് നല്ല ബന്ധമുണ്ട്. പൗലോസിനെയും ബർന്നബാസിനെയും അങ്ങോട്ട് അയച്ചതും അന്ത്യോക്യയിലെ സഭയാ. അപ്പൊ അന്ത്യോക്യയിലെ സഭയുമായിട്ട് ഇവർക്ക് നല്ല ബന്ധമുണ്ട്, അന്ത്യോക്യയിലെ സഭയ്ക്ക് യെരുശലേം സഭയുമായിട്ട് നല്ല ബന്ധമുണ്ട്. അങ്ങനെ നല്ല ബന്ധം സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 15-13
അവർ പറഞ്ഞു നിർത്തിയ ശേഷം യാക്കോബ് ഉത്തരം പറഞ്ഞു, സഹോദരന്മാരെ, എൻ്റെ വാക്ക് കേട്ടുകൊള്ളുവിൻ. ദൈവം തന്റെ നാമത്തിനായി ജാതികളിൽ നിന്നൊരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിയത് ശിമോൻ വിവരിച്ചുവല്ലോ. ഇതിനോട് പ്രവാചകന്മാരുടെ വാക്കുകൾ ഒക്കുന്നു. അങ്ങനെ യാക്കോബ് അവിടെ എഴുന്നേറ്റ് നിന്ന് എന്ത് ചെയ്യുന്നു? അന്ത്യോക്യയിൽ നിന്ന് അവർ പറഞ്ഞു വിട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഒരു എമിക്കബിൾ ആയിട്ടുള്ള ഒരു മറുപടി അവർക്ക് കൊടുത്തു വിടുകയാണ്. അതിനുവേണ്ടി രണ്ടുപേരെ കൂടെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ അവിടെ പറയുന്നത് എന്താണ്? 24-ാമത്തെ വാക്യത്തിൽ, ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളെ വാക്കുകളാൽ ഭ്രമിപ്പിച്ചു, നിങ്ങളുടെ ഹൃദയങ്ങളെ കലക്കിക്കളഞ്ഞു എന്ന് കേൾക്കൊണ്ട് ഞങ്ങൾ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിനു വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായ നമ്മുടെ പ്രിയ ബർന്നബാസോടും പൗലോസും കൂടെ നിങ്ങളുടെ അടുക്കൽ അയക്കണമെന്ന് ഞങ്ങൾ ഒരുമനപ്പെട്ട് നിശ്ചയിച്ചു. യെരുശലേമിലെ സഭയും ഒരു മാതൃകാ സഭയാണ്. അന്ത്യോക്യയിലെ സഭയിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ, പ്രശ്നം ഉണ്ടായപ്പോൾ അവരെന്ത് ചെയ്യുന്നു? യെരുശലേമിലെ സഭയിലേക്ക് വന്നു. യെരുശലേമിലെ സഭ, നിങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ല. എന്തുവാന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്നല്ല പറയുന്നത്. അവർ ഒരുമിച്ച് കൂടിയിരുന്നു, ആലോചിച്ചു. നോക്കുക, ദൈവികമായ ഒരു മറുപടി അവരയച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, മാതൃകാ സഭ എപ്പോഴും നോക്കുന്നത് ദൈവത്തിങ്കിലേക്കാണ്. മറ്റ് സഭകളുമായിട്ട് അവർക്ക് നല്ല റിലേഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അവര് വന്ന് ആ വചനം പറഞ്ഞപ്പോൾ 31-ാമത്തെ വാക്യത്തിൽ അവർ ഈ ആശ്വാസ വചനം വായിച്ച് സന്തോഷിച്ചു. അത് കൊണ്ടുവന്നത് യൂദായും ശീലാസും എന്ന് പറയുന്ന രണ്ടുപേരാണ് ശൗലിനോടും ബർന്നബാസിനോടും കൂടെ വന്നത്. ഈ യൂദയും ശീലാസും അന്ത്യോക്യയിൽ പിന്നെ വന്ന് അവരെന്താണെന്നറിയാമോ? അവർ പ്രവാചകന്മാരാകൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. ബന്ധം, ഈ സഭകൾ തമ്മിലുള്ള ബന്ധം പിന്നെയും അങ്ങ് വർദ്ധിക്കുക. പിന്നെ യെരുശലേമിൽ നിന്ന് പ്രവാചകന്മാർ വരിക. അന്ത്യോക്യയിലെ സഭയിൽ അവർക്ക് അവസരമുണ്ട്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. ഇതാണ് അന്ത്യോക്യയിലെ മാതൃകാ സഭയെക്കുറിച്ചുള്ള പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. നമുക്കും ഇന്ന് മാതൃകാ സഭകൾ ഉണ്ടാകണം. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന സഭകൾ ഉണ്ടാകണം. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സഭകൾ ഉണ്ടാകണം. മിഷണറിമാരെ പറഞ്ഞയക്കണം. സുവിശേഷം പ്രഘോഷിക്കണം. എപ്പിസ്കോപ്പസി എന്നതുപോലെ അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഫുൾ ടൈം മിനിസ്റ്റേഴ്സിനെ ഒന്നും നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അന്ത്യോക്യയിലെ സഭയിൽ ഫുൾ ടൈം മിനിസ്റ്റേഴ്സ് ഒന്നും അല്ല ആദ്യം പോയി സുവിശേഷം അറിയിക്കുന്നത്. സഭയിലെ ജനങ്ങൾ അവർ സുവിശേഷം അറിയിക്കുന്നവരായിരുന്നു. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ലോക സുവിശേഷീകരണം ഒരു സാധ്യമാകണമെങ്കിൽ ദ ഹോൾ ചർച്ച്, മുഴുവൻ സഭയും, ടേക്ക് ദ ഹോൾ ഗോസ്പൽ, മുഴുവൻ സുവിശേഷവും എടുത്ത് ഗോ ടു ദ ഹോൾ വേൾഡ്, മുഴുവൻ സുവിശേഷം എടുത്ത് മുഴുവൻ ലോകത്തിലേക്കും പോയി സുവിശേഷം അറിയിക്കണം. എന്നാലേ ലോക സുവിശേഷീകരണം സാധ്യമാവുകയുള്ളൂ. എപ്പിസ്കോപ്പസി നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. അതിനുവേണ്ടി നിയമിക്കപ്പെട്ടവരത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട കാര്യമില്ല. എല്ലാവരും സുവിശേഷകരാകണം. കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കണം. അന്ത്യോക്യയിലെ സഭയിൽ അവർ സുവിശേഷം പ്രഘോഷിച്ചു. അവർ മിഷണറിമാരെ ദൈവം പറഞ്ഞതനുസരിച്ച് എടുത്തു, അവരെ പറഞ്ഞയച്ചു. പക്ഷേ സഭ പ്രഘോഷണത്തിൽ നിന്ന് മാറി നിന്നില്ല. പ്രിയമുള്ളവരെ, നമുക്കും മാതൃകാ സഭകൾ ഉണ്ടാകട്ടെ. പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.